പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ചും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തും ദൈവസന്നിധിയിൽ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ജെസി ആൻറ്റിയാണ്. കർത്താവിൻ്റെ ദാസിയെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നാം എല്ലാവരും പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ദാസിയെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം പങ്കുവയ്ക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ആൻറ്റി. പ്രേക്ഷകരോടൊപ്പം ആൻറ്റിയെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? ആൻറ്റിയുടെ പേര്, എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, ഒരു വാക്കിൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്താമോ? പ്രീസലോ, എൻ്റെ പേര് ജെസി ജോയി. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട റാന്നി എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് മരിച്ചതാണ്. എനിക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. മോള് സ്വപ്ന, അവളെ വിവാഹിതയായി. 2 കൊച്ചുമക്കളുണ്ട്, ഹന്ന, മന്ന. അതുപോലെ തന്നെ മോൻ ജോജി, മരുമകൾ ബിന്ദു. അവര് പൂനായില് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അവരങ്ങനെ ആയിരിക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബത്തിന്റെ. അതെ, ആൻറ്റിയെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം പങ്കുവയ്ക്കുന്നതിനുള്ള സമയമാണ്. തുടർമാനമായി സംസാരിക്കാം. ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ളതായ ദൈവം നടത്തിയ കാര്യങ്ങൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന സാഹചര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന അവസരമാണ്. തുടർന്ന് സംസാരിക്കും. പ്രൈസലോ, ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു വേദി എനിക്ക് ഒരുക്കി തന്ന ആ സർവശക്തനായ ദൈവത്തിന് ആദ്യം ഞാൻ നന്ദി കരയറ്റുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ എനിക്ക് ഇതിന് അവസരം ഒരുക്കി തന്ന അരോമ ടിവിയിലെ കർത്താവിന്റെ ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ, ഹല്ലേലൂയ, സ്തോത്രം, ദാനിയേൽ പാസ്റ്റർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു വേദി എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞ്. ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു അവസരം കർത്താവ് എനിക്ക് ഒരുക്കിയത് ഓർത്തും ഈ അരോമ ടിവിയോടുള്ള പ്രേക്ഷകരോടും ദൈവദാസനോടും പറഞ്ഞാൽ തീരാത്ത നന്ദി എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് പത്തനംതിട്ട ജില്ലയിൽ വാര്യാപുരം എന്ന സ്ഥലത്ത് ഒരു ഹൈന്ദവ പാരമ്പര്യത്തിലാണ് ഞാൻ വളർത്തപ്പെട്ടത്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 5 മക്കളാണ്. അതിൽ 3 പെണ്ണും 2 ആണുമാണ്. അതില് സ്തോത്രം, 3ാമത്തെ പെൺമക്കളിൽ ഇളയ പൈതലാണ് ഞാൻ. എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ഞങ്ങൾ ഹൈന്ദവ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വളർന്നവരാണ്. ഞങ്ങൾക്ക് കാവുകളും കുളങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ സ്തോത്രം, ഞങ്ങൾ ഒരു ചെറിയ കുടുംബത്തിൽ വലിയ സമ്പത്തൊന്നുമില്ലെങ്കിലും സ്തോത്രം പട്ടിണിയും പാടും ഒന്നുമില്ലാതെ, ഹല്ലേലൂയ, സ്തോത്രം, എൻ്റെ മാതാപിതാക്കൾ സ്തോത്രം കൂലിപ്പണിയൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ കടന്നുപോയ ഒരു കുടുംബമാണ്. എങ്കിലും അവിടെ ഞങ്ങൾ എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ അവരോടൊപ്പമായിരുന്നു. എന്നാൽ അവിടെ ഞാൻ വളർന്ന് എനിക്ക് ഓർമ്മയായപ്പം മുതൽ എൻ്റെ വീട്ടിൽ ഒരു സമാധാനം കണ്ടിട്ടില്ല. എൻ്റെ പിതാവ് മദ്യപാനിയൊന്നും അല്ല, എങ്കിൽ പോലും എൻ്റെ മാതാവ് പൈശാചികമായി വല്ലാത്ത പിടിക്കപ്പെട്ട ഒരവസ്ഥയായിരുന്നു. വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും, അപ്പൻ പറയുന്നത് കേൾക്കുകയോ അങ്ങ് അപ്പനോട് അല്ലെങ്കിൽ ഞങ്ങൾ സ്തോത്രം എതിർക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരു സ്വസ്ഥതയില്ലാത്ത അനുഭവങ്ങൾ. എന്നാൽ എൻ്റെ പിതാവാണെങ്കിൽ സ്തോത്രം എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോവുകയും എവിടെയെല്ലാം അമ്പലങ്ങളുണ്ടോ അവിടെയെല്ലാം പോയി നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും ഒക്കെ കഴിക്കും. അത് മാത്രമല്ല, എൻ്റെ വീട് ഒരു അമ്പലമാണ്. കാരണം എൻ്റെ വീട്ടുമുറ്റം ഒരു അമ്പലമാണ്, അതിനുള്ള എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ പിതാവ് ഒരു മുറി മുഴുവനും ദൈവങ്ങളെ കൊണ്ട് നിറച്ചു വെച്ചിരിക്കുന്നതാണ്. അവിടെ ഇല്ലാത്ത ദൈവങ്ങളൊന്നുമില്ല. അന്നത് മുതൽ ഞാൻ കണ്ടു വളർന്നു വരുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തില്ല. ഈ ദൈവങ്ങളെ ഒക്കെ ആരാധിച്ചും ഈ ദൈവത്തിന് കൊടുത്തും വാങ്ങിച്ചും ഒക്കെയാണ് ഞാൻ കണ്ടു വളർന്നത്. എന്നാൽ ഒരു സമാധാനം ഈ ദൈവങ്ങൾക്കൊന്നും എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ അനുഭവിച്ചിട്ടില്ല.
അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ ഐക്യതയില്ലായ്മയും പ്രശ്നങ്ങളും, ഒന്നിനു പുറത്ത് സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങള്, മാതാവിന്റെ ഭവനക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരു സ്വസ്ഥതയില്ലാതെ വളർന്നു വരുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മാതാവിന്റെ വീട്ടുകാരുമായിട്ട് എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും കേസും എന്ന് വേണ്ട ഒരു സ്വസ്ഥതയില്ലാത്ത അനുഭവത്തിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. അങ്ങനെയാണ് എൻ്റെ ബാല്യം ഞാൻ മുൻപോട്ട് കടന്നുപോയത്. എന്നാൽ ഒരു 12 വയസ്സ് വരെ ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ആ സ്ഥലം വിറ്റിട്ട് വേറൊരു സ്ഥലത്തേക്ക് കുറച്ചുകൂടെ ഒരു 3-4 കിലോമീറ്റർ അപ്പുറയായിട്ട് ഈ വഴക്കും ശണ്ടയും ഒക്കെ തീരട്ടെന്നോർത്ത് ഞങ്ങൾ അത് എൻ്റെ മാതാപിതാക്കൾ അത് വിറ്റിട്ട് വേറെ. അപ്പോൾ അവിടെ കുറെ ക്രിസ്ത്യൻസുകളും പെന്തക്കോസിന്റെ അനുഭവത്തിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അയൽവക്കത്ത് 1-2 പെന്തക്കോസ് കുടുംബങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ അവരുടെ ഇടയിലാണ് ഞാനിങ്ങനെ പാർക്കുന്നത്. അങ്ങനെ ഒരു 12 വയസ്സൊക്കെ ആയപ്പം അടുത്ത ഒരു കൂട്ടുകാർ കുറെ പിള്ളേരുണ്ടായിരുന്നു. അവിടെ ഒരു വീട്ടിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. അതിന്റെ ഒരു 12ാമത്തെ ദിവസമാണെന്ന് തോന്നി. ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടെ കൂട്ടിക്കൊണ്ടുപോയ കൂട്ടത്തിൽ അവിടുത്തെ ഒരു സഹോദരി പറഞ്ഞു, നീയും വരുന്നോടി, നിനക്കും വരാം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ വാര്യാപുരത്തൊക്കെയാണ് പെന്തക്കോസിൽ 1-2 കുടുംബങ്ങൾ, അത് സാധുക്കളായ അവരാണ്. കാരണം അവരെ ഒന്നും ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങൾ കയറ്റാറില്ല. അങ്ങനെ അവരെ പോകുമ്പം ഞങ്ങൾ അവരെയൊക്കെ കള്ളന്മാരെന്നും ഒക്കെ പറഞ്ഞ്, പെന്തക്കോസുകാർ തിന്നാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അവരെ ഒത്തിരി കളിയാക്കുകയും പാസ്റ്റർമാരെ അതും ഇതും എല്ലാം പറയും. അടുത്തൊരു വീട്ടിൽ ഭയങ്കര പ്രാർത്ഥനയൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി നമുക്കറിയത്തില്ലല്ലോ. നമ്മള് ഇങ്ങനെ അമ്പലത്തിലും അവിടെ ഇവിടെ ഒക്കെ കയറി നടക്കുന്നതുകൊണ്ട് നമുക്കറിയത്തില്ലല്ലോ ഇതെന്താണെന്നുള്ളത്. പക്ഷെ അവിടെയൊക്കെ നല്ല സന്തോഷവും സമാധാനത്തിലൊക്കെ അവർ ജീവിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ളപ്പം ഞാൻ ഓർത്തെന്നാ ഇവരെന്തോ ഈ കാണിക്കുന്ന വല്ല ഓരോ ഭാഷകളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നല്ലോ, നമുക്കറിയത്തില്ല. കുറെ ആരാധന കഴിയുമ്പോൾ ഇവര് ചില ഭാഷകളൊക്കെ പറഞ്ഞ് നമുക്കത് മനസ്സിലാകത്തില്ല. ഇവരെന്നാ കാണിക്കുന്ന, ഇവരുടെ കൂടെ കുഞ്ഞുങ്ങളല്ലേ, അവരുടെ കൂടെ പോകാമെന്ന് ഓർത്ത് ഞാൻ അവരുടെ കൂടെ പോകുവാനിടയായി. അത് ദൈവത്തിന്റെ ഒരു നിയോഗമെന്ന് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചതോർത്താൽ നന്ദി പറയുക. ദൈവത്തിന് സ്തോത്രം. അന്ന് രാത്രിയിൽ അവിടെ കടന്നു പോകുവാനിടയായി. 21 ദിവസത്തെ അന്നത്തെ 75-ലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 75-ൽ ആ സമയത്തുള്ള ആ ഉണർവിന്റെ അല്ലെങ്കിൽ ആ സന്തോഷത്തിന്റെ സമയങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ വന്ന് തലയെ കൈവയ്ക്കുമ്പോൾ ആത്മാവ് അറിയാതെ നമ്മളെ എടുത്ത് മറിക്കുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ അന്നത്തെ സമയങ്ങളിൽ ഞാൻ അനുഭവിച്ചു. അല്ലെങ്കിൽ അന്ന് കുറെ 10-12 കുഞ്ഞുങ്ങളെ മുൻപോട്ടിരുത്തി വെച്ച്, ആ കൂട്ടത്തിൽ ഞാൻ പുറകിലിരുന്ന എന്നെയും പിടിച്ച് കൊണ്ട് മുൻപിലിരുത്തി. എന്നോട് ദൈവദാസന്മാര് പറഞ്ഞു, കണ്ണടച്ച് പിന്നെ ക്രൂശിനെ ധ്യാനിച്ച്, കണ്ണ് തുറക്കരുത്, അതുകൊണ്ട് കണ്ണടച്ച് കൈയടിച്ച് സ്വോത്ര വല്ലേലിയ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് വലിയ ആരാധന അങ്ങോട്ട് വെളിപ്പെടുത്തി വന്നപ്പോ ഞാൻ അറിയാതെ എന്നെ എന്തോ എടുത്ത് ഒരൊറ്റയേറെറിഞ്ഞു. എനിക്കറിയത്തില്ല എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ അന്ന് മുതല് ഒരു ദൈവശക്തി എന്നിൽ വ്യാപരിക്കുവാൻ തുടങ്ങി. ഞാൻ അറിയാതെ എഴുന്നേറ്റ് നിന്ന് തുള്ളി ചാടി മുട്ടു. എന്താ ചെയ്തതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞ് പ്രാർത്ഥന ആരാധന എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ദൈവദാസനോട് പറഞ്ഞു, കർത്താവിന്റെ ദാസനെ, എനിക്കും യേശുവിനെ അറിയണം, എനിക്കും ദൈവത്തെ അറിയണം എന്ന് പറഞ്ഞു. ഞാൻ മറ്റൊന്നും നോക്കിയില്ല, എൻ്റെ വീട് നോക്കിയില്ല, കൂട് നോക്കി, ഒന്നും നോക്കിയില്ല. എനിക്ക് എൻ്റെ യേശുവിനെ അറിയണമെന്ന് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു, ഇതാരാ, ഈ കുഞ്ഞേതാന്ന് ചോദിച്ചപ്പോൾ അടുത്ത് തന്നെ കൊണ്ടുപോയി അവർ പറഞ്ഞു, അയ്യോ അതിനെ വിശ്വാസത്തിലൊന്നും നമുക്ക് കൊണ്ടുപോകാനൊക്കത്തില്ല, അത് എന്ത് കൊച്ചാ, അതിനെ എങ്ങനെ കൊണ്ടുപോകും, നമ്മൾ അവരോട് ചോദിക്കാതൊക്കെ അവർ ചെയ്താ എങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞ, അല്ല, എനിക്ക് ആകണം, ഞാൻ ആരെയും നോക്കുന്നില്ല, എനിക്ക് ആകണമെന്ന് പറഞ്ഞു. അന്നേരം ദൈവദാസൻ പറഞ്ഞു, അതിന്റെ ആഗ്രഹം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ആഴ്ചയിൽ ഞാൻ ആരും അറിയാതെ, എനിക്കറിയാവുന്ന രീതിയിൽ, എൻ്റെ വീട്ടുകാർ പോലും അറിയാതെ ഞാൻ 2 ജോഡി തുണിയെടുത്ത് കൊണ്ടുപോയി ഞായറാഴ്ച ആരും അറിയാതെ അവരുടെ കൂട്ടത്തിൽ പോയി സ്നാനപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അന്ന് മുതൽ ഞാൻ ഏതാണ്ട് 1 വർഷത്തോളം ദൈവത്തെ ആരാധിക്കുവാൻ കടന്നുപോയി. എന്നാൽ എല്ലാവരും പറയാൻ തുടങ്ങി, എൻ്റെ കാതിലെയും കഴുത്തിലെയും ഒക്കെ ഊറ്റി ഞാൻ ആരാധനയ്ക്ക് പോയപ്പോൾ എൻ്റെ വീട്ടിലുള്ള എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, അയ്യോ നിങ്ങളുടെ മോളെ പെന്തക്കോസിൽ കൊണ്ടുപോയാൽ, ഈ കുഞ്ഞിനെ പെന്തക്കോസിലോട്ട് കൊണ്ടുപോയാൽ പെന്തക്കോസിൽ നിന്നൊരു ചെറുക്കനെ വല്ലതും, അവരാദ്യം അതാ പറയുന്നത്, പെന്തക്കോസിൽ നിന്നൊരു ചെറുക്കനെ കിട്ടുമോ, നിങ്ങളുടെ കൊച്ചിനെ വല്ല വേറെ ഏതെങ്കിലും ജാതികൾ കെട്ടിക്കൊണ്ട് പോകുമോ, അതുകൊണ്ട് അങ്ങനൊന്നും നിങ്ങൾ വിടരുതെന്ന് പറഞ്ഞ് എൻ്റെ മാതാപിതാക്കളെ ഇളക്കുവാൻ തുടങ്ങി. അങ്ങനെ സ്തോത്രം, എന്നെ അവര് പിന്നെ അത് പറഞ്ഞ് എന്നെ വിടാതിരിക്കുവാൻ തുടങ്ങി. ഞാനന്ന്
സ്തോത്രം 6ാം ക്ലാസ്സിൽ എങ്ങാണ്ട് പഠിക്കുക, 6 7 പഠിക്കുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആരാധനയ്ക്ക് പോകാൻ കഴിയത്തില്ല. ഞാൻ അഥവാ ആരാധനയ്ക്ക് പോയ അമ്മ അവിടെ വന്ന് എന്നെ വിളിച്ചു കൂട്ടിക്കൊണ്ടിങ്ങ് പോരും. എന്നെ വിടാനിടയായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ചേച്ചിയുടെ വിവാഹം നടന്നു. ഈ ചേച്ചിയുടെ വിവാഹം നടന്നു. ആ ചേച്ചിയുടെ ഹസ്ബൻഡ് വീട്ടിൽ വന്നപ്പോ അവർക്ക് വന്ന് നാണം കേടായി പോയി. ഈ കൊച്ചിങ്ങനെ ഇപ്പം ആ ചേട്ടനും പറഞ്ഞു, ഈ കൊച്ചിനെ അങ്ങനെ വിടാൻ പറ്റത്തില്ല, അങ്ങനെ പോയാൽ നമുക്ക് നാണം കേടാന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ എങ്കിലും ഞാൻ അതെല്ലാം വകവെക്കാതെ ആരാധനയ്ക്ക് പോയിരുന്നു. ഒരു ദിവസം ഞാൻ ആരാധനയ്ക്ക് പോയിച്ച് കടന്നു വരുമ്പോ എന്റെ തുണിയെല്ലാം വാരിയിട്ട് കരിച്ചേക്കുന്നു കണ്ട്. എനിക്ക് വല്ലാത്ത, ഞാൻ വെളിയിൽ ഇറങ്ങിപ്പോയിരുന്നു കരഞ്ഞു, കർത്താവേ ഞാൻ എങ്ങനെ പോകും, ഞാൻ കുഞ്ഞാണല്ലോ, എനിക്ക് നിൽക്കാൻ കഴിയത്തില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക തുടങ്ങി. എന്നാൽ എനിക്ക് പോകാൻ കഴിഞ്ഞു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്ക് തിരിച്ചറിയാൻ പ്രായമാകുമ്പോ ദൈവം എന്നെ വിടിവിക്കണമേ, എന്നെ രക്ഷിക്കണമേ. അന്നാര് പറഞ്ഞാലും ഞാൻ എൻ്റെ ദൈവത്തെ വിട്ട് പോകത്തില്ല. ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യും, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കുറച്ചു നാളൊക്കെ പോയിട്ട് ഞാൻ പിന്നെ ആരാധനയ്ക്കൊന്നും പോയില്ല. നീണ്ട നാളുകൾ അങ്ങനെ അങ്ങ് പോയി. കാരണം സഹോദരൻ പിന്നെ അവര് പറയുന്നത് കേട്ട് എൻ്റെ വിശ്വാസം തകർന്ന് പിന്നെ അവരുടെ കൂടെ ആയിപ്പോയി. അങ്ങനെ സഹോദരൻ ഞാൻ പോയി. ഈ ചേട്ടൻ എന്ന് പറയുന്ന ആളെ ഹല്ലേലൂയ സഹോദരന്റെ ഭവനത്തിൽ നിന്ന് ദൈവം അടിച്ചു മാറ്റി. കാരണം അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്ക് തലയ്ക്ക് സുഖമില്ലാതെ വീട് വിട്ടു പോകേണ്ടി വന്നു. ആ പുള്ളിയെ പൂർണ്ണമായി എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തു കളയുക. കാരണം എൻ്റെ തുണിയെല്ലാം വാരിയിട്ട് കരിച്ച് എന്നെ ആരാധനയ്ക്ക് തടസ്സപ്പെടുത്തി ആ വ്യക്തിയെ പിന്നെ എൻ്റെ സഹോദരിക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടൊരു കുഞ്ഞും ശേഷിച്ചെങ്കിലും ദൈവം ചെയ്ത അപകാരത്തെക്കുറിച്ച് പിന്നാണ് എനിക്ക് ബോധം വന്നത്. എൻ്റെ ദൈവത്തിന് എൻ്റെ കണ്ണുനീർ അന്നത്തത്, ആ പുള്ളി പിന്നെയും വീട്ടിൽ നിന്നാ എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ എന്നാൽ ഞാൻ ചിന്തിക്കുവാനിടയായി. എങ്കിലും എൻ്റെ ചേച്ചി അങ്ങനെ വീട്ടിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രമാണ്, ഒരു 18 വയസ്സൊക്കെ ആയപ്പോ എൻ്റെ വിവാഹം കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, അപ്പൊ എൻ്റെ പേര് രത്നമ്മ എന്നാണ്. എൻ്റെ പേര് ജെസ്സി എന്ന് വിടുമ്പോ എൻ്റെ ഹസ്ബൻഡിന്റെ സ്തോത്രം ഭവനത്തിൽ ചെന്നപ്പോ അവര് ഹസ്ബൻഡൊക്കെ ഇട്ട പേരാണ്. അതുകൊണ്ട് ഞാൻ ആ പേരിൽ അങ്ങ് ആകുക പറഞ്ഞു പോവുകയാണ്. എൻ്റെ അല്ലാത്ത പേര് രത്നമ്മ എന്നാണ്. അങ്ങനെ ഞാൻ സഹോദരൻ ഒരു 18 വയസ്സൊക്കെ ആയപ്പം വിവാഹിതയായി. എന്നാൽ ക്രിസ്ത്യാനിയെ വിവാഹം കഴിക്കാം. എൻ്റെ ആഗ്രഹം ക്രിസ്ത്യാനിയെ വിവാഹം കഴിച്ചാൽ എനിക്ക് ആരാധനയ്ക്ക് പോകാമല്ലോ, അല്ലെങ്കിൽ യേശുവിനെ അറിയാമല്ലോ. എനിക്കറിയത്തില്ല, ക്രിസ്ത്യാനിയും പെന്തക്കോസും ഒരേ രീതിയിലാണ്. അവരെല്ലാം ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പം എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്. ഇത് അറിഞ്ഞെങ്കിലും അതിന് തക്കവണ്ണം അറിവും ഇല്ലല്ലോ, നമുക്കറിയത്തില്ലല്ലോ. അപ്പം യേശുവിനെ അറിയാമെന്നുള്ള ഒരു ഭാവം മാത്രം വന്നു. അങ്ങനെ വന്നപ്പം ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുവാനിടയായി. അങ്ങനെ വിവാഹത്തിന് സമ്മതിക്കാനോ, പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് വലിയ തെറ്റായിപ്പോയി. കാരണം ക്രിസ്ത്യാനിയെ ഒരിക്കലും നമുക്ക് വിശ്വാസ ജീവിതത്തിൽ പറഞ്ഞു കൊണ്ടുവരാൻ പാടാ. കാരണം അവര് പലതും പറഞ്ഞ് ഒഴിവാകും. അതേസമയം ഒരു ഹിന്ദുവിനോടാണ് നമ്മൾ വിശ്വാസം പറയുന്നെങ്കിൽ, യേശുവിനെ കുറിച്ച് പറയുന്നെങ്കിൽ അവരെതിര് പറയാതെ, ചിലരൊക്കെ എതിർത്താലും മിക്കവാറും ഉള്ളവര് എതിർക്കത്തില്ല. കാരണം അത് കുറച്ച് കഴിഞ്ഞാണെങ്കിലും അവരൊത്തിരി എതിർത്താലും അങ്ങ് അംഗീകരിക്കും. ശരിയാണ്, നമ്മൾ ചെയ്യുന്ന അത് കല്ലാണ്, കുറ്റിയാണ്, അല്ലെ അത് സ്വർണം കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന, അത് ദൈവമല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കഴിയുമ്പം അവർക്കറിയാം, ശരിയാണ്, ഞങ്ങൾ ഇത്രയും കാലം ആരാധിച്ചത് ഈ വാർത്തുണ്ടാക്കിയ വിഗ്രഹത്തെയാണല്ലോ എന്നൊക്കെ അവർക്ക് ചിന്ത വരും. പക്ഷേ ക്രിസ്ത്യാനി അങ്ങനെയല്ല. അവർക്ക് സ്തോത്രം അവരത് അംഗീകരിക്കത്തില്ല. കാരണം അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവര് നമ്മളെ കളിയാക്കി വിടുകത്തേ ഉള്ളൂ. അങ്ങനെ വന്ന് ഞാൻ അങ്ങനെ എൻ്റെ വിവാഹം നടക്കുവാനിടയായി. വിവാഹം നടന്നിട്ടും ഞാൻ ഓർത്ത് അതാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ എനിക്ക് ജീവിതത്തിൽ പിന്നെയും സമാധാനമില്ലാതെയായി, സ്വസ്ഥതയില്ലാതെയായി. ഞാൻ ദൈവത്തോട് ഒരു വാക്ക് പറഞ്ഞത്, എനിക്ക് നിൽക്കാൻ സമയമാകുമ്പോൾ എന്നെ ദൈവം രക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ആ സമയമായപ്പോൾ എൻ്റെ കർത്താവ് എന്നെ രക്ഷിപ്പാനിടയായി. അതായത് 80-ൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. 82 ആയപ്പോഴത്തേക്ക് എനിക്ക് മോളായി. ആ മോളുമായി കഴിഞ്ഞപ്പം വീട്ടിനകത്ത് സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെയായി. എന്ത് ചെയ്യണമെന്നറിയില്ല. സ്തോത്രം, ഭർത്താവിൽ നിന്നൊരു സുഖവും സന്തോഷവും ഇല്ല, ഭവനത്തിൽ നിന്നില്ല. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുവാൻ തുടങ്ങി. ഞാനപ്പോ ദൈവത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ് ഞാൻ ചെയ്തു പോയ പാപങ്ങൾക്ക് ആണല്ലോ സ്തോത്രം എനിക്ക് മടങ്ങി വരുവാനുള്ള സമയമായതായിരിക്കാം. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഭാര്യാപുരത്ത് യോനാച്ചായൻ, പ്രവാചകൻ യോനാച്ചായനെ അറിയാത്തവരാരുമില്ലല്ലോ. ആ യോനാച്ചായനൊക്കെ എല്ലാ വർഷവും അവിടെ കൺവെൻഷൻ വെക്കും. ആ കൺവെൻഷൻ ഒരു ദിവസം എന്തായാലും വീട്ടുകാരുടെ അനുവാദത്തോടെ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു. പ്രാർത്ഥനയായതുകൊണ്ട് പുള്ളി ഒന്നും പറഞ്ഞില്ല.
സ്തോത്രം എന്നോട് പറഞ്ഞു യോഗത്തിന് പോകാൻ. അന്ന് ഞാൻ സ്തോത്രം ഒരു ദൈവദാസിയുടെ സാക്ഷ്യം കേൾക്കാൻ ഇടയായി. സ്തോത്രം ആ ദൈവദാസിയുടെ സാക്ഷ്യം എൻ്റെ ജീവിതത്തെ വല്ലാതെ സ്തോത്രം മറിച്ചു. കാരണം എനിക്ക് ഒരു ഉറപ്പ് കിട്ടി. അല്ലെ, ശാലിനി നമ്പ്യാർ എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസി അന്ന് അവിടെ പ്രസംഗത്തിന് വന്ന അപ്പോൾ ആ ദൈവദാസിയുടെ വചനവും ആ ദൈവദാസിയുടെ സാക്ഷ്യവും എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കി, എന്നെ ആ വിശ്വാസത്തിൽ അങ്ങ് ഉറപ്പിച്ചു. എന്ത് വന്നാലും ഇനി ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മാറുകയില്ല എന്ന് ഞാൻ ഉറച്ചു. അവിടെ പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ചില ഹൃദയത്തിൽ ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടെന്ന് വിളിച്ചു പറഞ്ഞ് അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടിച്ചെന്ന് ആ ദൈവദാസന്മാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്നെടുത്ത തീരുമാനത്തിൽ ഇന്നു വരെ എനിക്ക് നിൽക്കുവാൻ ദൈവം സഹായിച്ചു. ഇതിന്റെ നടുവിൽ സ്തോത്രം ഒരു വീട്ടിൽ കടന്നു വന്നു. സ്തോത്രം യോഗത്തിനും കൂട്ടത്തിനും ഞാൻ പോകാൻ എനിക്ക് ഒക്കത്തില്ല. സ്തോത്രം എങ്കിലും എൻ്റെ ഉള്ളിലെ തീരുമാനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥന തുടങ്ങിയപ്പോൾ സ്തോത്രം എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ വീട്ടിലുള്ളവർക്കെല്ലാം സംശയം തുടങ്ങി. ഇവളുടെ ജീവിതത്തിൽ എന്തോ പിന്നെയും മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ തുടങ്ങി. എന്നാൽ ഒരു 3-4 മാസത്തേക്ക് ഒരു പ്രതികൂലവും എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ കാതിലെയും കഴുത്തിലെയും ഒക്കെ മാറ്റി ഞാനിങ്ങനെ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വളരെ പ്രതികൂലമായി മാറ്റി. ഒക്കത്തില്ല, ആരാധനയ്ക്ക് പോകുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു. നീ ആരാധനയ്ക്ക് പോകാനൊക്കത്തില്ല, ഇവിടെ പെന്തക്കോസിനല്ല, നിനക്ക് ആരാധനയ്ക്ക് പോകണമെങ്കിൽ പള്ളിയിൽ പോക്കുവോ, ഇല്ലെങ്കിൽ പെന്തക്കോസുകാരുടെ കള്ളന്മാർ അവരുടെ കൂടെ ഒന്ന് തുള്ളാനും ചാടാനും ഒന്നും നിന്നെ വിടത്തില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാ വന്നാലും വേണ്ടുകയില്ല, ഞാൻ ദൈവത്തെ ആരാധിക്കും. എൻ്റെ മനസ്സിൽ ദൈവമുണ്ട്, എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. ഞാനതുകൊണ്ട് അങ്ങനെ പറഞ്ഞ ആരാധനയ്ക്കൊന്നും വിടാതെയായി. വളരെ പ്രതികൂലം, എങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ സ്തോത്രം പ്രാർത്ഥിക്കും, കർത്താവെ ഈ സ്തോത്രം എൻ്റെ ഭർത്താവ് ജോലിക്ക് കടന്നു പോകുമ്പോൾ ഞായറാഴ്ചയാണെങ്കിലും വീട്ടിലിരിക്കല്ലേ, എനിക്ക് ആരാധനയ്ക്ക് കടന്നു പോകണം. അതുകൊണ്ട് ഈ ഞായറാഴ്ച എന്തെങ്കിലും കാര്യങ്ങൾ ഒപ്പിച്ച് ഈ പുള്ളി വീട്ടിൽ നിന്ന് പോകണം, എന്നാലേ എനിക്ക് ആരാധനയ്ക്ക് പോകാനൊക്കത്തുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. ആരാധനയ്ക്ക് പോയി കുറേ നാളുകളൊക്കെ ഇങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ ആരാധനയ്ക്ക് പോയി. പുള്ളി നന്നായിട്ട് തിരിച്ചറിയും. മാതാപിതാക്കൾ അങ്ങനെ എതിര് തുടങ്ങി. സ്തോത്രം ഭർത്താവിനെ അനുസരിക്കത്തില്ല, വീട്ടിലുള്ളവരെ അനുസരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് പ്രതികൂലം തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഹസ്ബൻഡ് വരുമ്പോ ഞാൻ ആരാധനയ്ക്ക് പോയിരിക്കുക. വരുമ്പോ ഞാൻ വീട്ടിലില്ല. അന്ന് കയറി വരുമ്പോ പുള്ളി വീട്ടിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാനിങ്ങനെ കയറി വന്നപ്പോ എന്നോട് ചോദിച്ചു എവിടെ പോയാ? ഞാൻ പറഞ്ഞു ആരാധനയ്ക്ക് പോയാന്ന് പറഞ്ഞ ആ നിമിഷം എൻ്റെ 2 ചെള്ളയ്ക്കും മുഖത്തും നോക്കി അടിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ മിണ്ടിയില്ല, ഞാൻ സ്തോത്രം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നു. എന്നെ വല്ലാതെ എൻ്റെ മൂക്കാമ്പെട്ട നീക്കി എന്നെ അടിച്ചു. എൻ്റെ ചെള്ളയ്ക്ക് പഠിച്ചിട്ട് പറഞ്ഞു ലോകത്തിന് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അടി കഴിഞ്ഞിട്ട് അവിടെ ഞാൻ നിന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, പുള്ളി അടിക്കാതെ മാറി നിന്ന്, ഞാൻ ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പം പുള്ളി എന്നോട് ഞാൻ ചോദിച്ചു അടി കഴിഞ്ഞോ, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. പുള്ളിക്ക് അതങ്ങ് വല്ലാത്ത ഒരു ഇതായി. പുള്ളി പിന്നെ അതിൽ പിന്നെ എന്നെ അടിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. സ്തോത്രം. എന്നാല് എന്നോട് പറഞ്ഞു എനിക്ക് ഇനി ഇങ്ങനെ ഒരു ഭാര്യയെ വേണ്ട, തുള്ളാനും ചാടാനും പോകുന്ന ഭാര്യയെ എനിക്ക് വേണ്ട, നീ നിന്റെ ഉപദേശിമാരുടെ കൂടെ പൊക്കൂ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ നേരെ ഞാൻ എങ്ങനെങ്കിലും വളർത്തിക്കൊള്ളാം, ഞാൻ പറഞ്ഞു എൻ്റെ കർത്താവ് നിമിത്തം ഭർത്താവില്ലാതെ ജീവിക്കാൻ ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ യേശു മതി, ഇനി മതി, എൻ്റെ യേശു അല്ലാതെ എനിക്കിനി ആ ഭർത്താവ് വേണ്ടെന്ന് പറഞ്ഞു. നീ അതും ചെയ്യും, അതിനപ്പുറത്ത് നീ ചെയ്യും, കാരണം കുറെ പാസ്റ്റർമാർ കൂടെ ഉണ്ടല്ലോ, അവര് നിന്നെ പോറ്റിക്കോളുന്നു. ഞാൻ പറഞ്ഞു ശരിയാ, പാസ്റ്റർമാര് പോറ്റിയാലും ആര് പോറ്റിയാലും ഞാൻ ദൈവത്തെ വിളിക്കും, ഞാൻ ദൈവത്തെ കൂടെ ജീവിക്കും. അപ്പൊ എൻ്റെ വീട്ടുകാരും നാട്ടുകാരും സ്തോത്രം സഭക്കാരും പോലും എനിക്കെതിരായി നിൽക്കാൻ തുടങ്ങി. ഭർത്താവിനോട് ചോദിക്കാതെ അവരുടെ അനുവാദമില്ലാതെ ആരാധനയ്ക്ക് പോകുന്നത് ശരിയാണോ അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വേദന എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. എങ്കിലും ദൈവമക്കളെ ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ യേശുവിനോടുള്ള ആ പറ്റിച്ചേരൽ, എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ എനിക്കുണ്ടായ സന്തോഷവും സമാധാനവും എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷം എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകി. എന്ത് പ്രശ്നം, ഞാൻ മരിക്കേണ്ടി വന്നാലും എൻ്റെ ദൈവത്തെ ഞാൻ തള്ളത്തില്ല എന്നുള്ള തീരുമാനം എൻ്റെ ഭർത്താവിനോടും എൻ്റെ വീട്ടുകാരോടും എൻ്റെ ദേശക്കാരോടും പറഞ്ഞു. എൻ്റെ ആൾക്കാർ വന്ന് പറഞ്ഞു, നീ അത് ഉപേക്ഷിച്ചിട്ട് വന്നാ നിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ലോകം മുഴുവൻ തരാന്ന് പറഞ്ഞാലും
ഈ ലോകത്തിലെ മുഴുവൻ സ്വത്തും എന്റെ തലയിൽ വെച്ച് കെട്ടിയാലും എനിക്കത് വേണ്ട, അത് നിങ്ങൾ എടുത്തു, എനിക്ക് എന്റെ യേശു മതി എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള തീരുമാനത്തിൽ ഞാൻ പിടിച്ചു നിൽക്കുവാൻ തുടങ്ങി. അങ്ങനെ പിന്നെ കുറെ നാളത്തേക്ക് ഹസ്ബൻഡിന് ഞാൻ അതിനകത്ത് നിന്ന് മാറത്തില്ലെന്നുള്ള ഒരു വിശ്വാസം വന്നപ്പോ പുള്ളി ഒത്തിരിയൊക്കെ ഉപദ്രവം നിർത്തി. വീട്ടുകാരും ഉപദ്രവം കുറച്ചൊക്കെ സ്വത്രം നിന്ന പറയാനോ അങ്ങനെയുള്ളതൊക്കെ മാറി. എന്നാൽ ഞാൻ പിന്നെയും ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി ആയിരിക്കുന്നു. അന്നേരം ഈ ഹസ്ബൻഡ് ആരാധനയ്ക്ക് വരത്തില്ല. ഹസ്ബൻഡിന്റെ കൂടെ കാതിലും കഴുത്തിലും ഒക്കെ പറിച്ചു ചെല്ലുമ്പം അവരുടെയൊക്കെ നടുവിലിട്ട് എന്നെ കളിയാക്കാറുണ്ട്, പിന്നെ എന്നെ നിന്ദിക്കാറുണ്ട്. പിന്നെ കാതിലെയും കഴുത്തിലെയും ഒക്കെ പറിച്ചേച്ച് നടക്കുവാന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരുടെ മുമ്പിലൊക്കെ ഇട്ട് എന്നെ ഒരുപാട് പരിഹസിക്കുന്നു. ഞാൻ അതൊന്നും വകവെക്കത്തില്ല. എന്നെ പറഞ്ഞാലും ഞാൻ മിണ്ടത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. എങ്കിലും ദൈവം ഹല്ലേലൂയ സ്തോത്രം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. എന്നെ സ്നേഹിച്ച ഒരു ദൈവമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയാ. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ഹല്ലേലൂയ നാളുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, അധമമായി ഉപേക്ഷിച്ച് ഉത്തമമായി പ്രസ്താവിച്ചാൽ അവർ നിന്റെ പക്ഷം ചേരും, നീ അവരുടെ പക്ഷം ചേരത്തില്ലെന്ന്. ഞാൻ ആ വാക്യം വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്റെ മാതാപിതാക്കള്, എന്റെ പിതാവാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം എല്ലാം വിട്ടുകളഞ്ഞിട്ട് എന്റെ മകളുടെ ദൈവമാണ് ദൈവം എന്ന് പറയുവാനിടയായി. അവര് ഇത്ര വലിയൊരു ഗ്രന്ഥക്കെട്ട് അല്ലെങ്കിൽ മന്ത്രം എഴുതിയതും ഒക്കെ ആയൊക്കെ ഗ്രന്ഥക്കെട്ട് എല്ലാം എടുത്തുകൊണ്ട് വന്ന് അത് കത്തിച്ച് കളഞ്ഞിട്ട് ഈ ദൈവത്തെ കാരണം ഒരു കാരണമുണ്ട്. സ്തോത്രം. ഒരു മുരുകൻ സേവയുള്ള ഒരിടത്ത് ചെന്നപ്പം എന്റെ പിതാവ് ഏതാണ്ട് കാര്യത്തിന് അവിടെ ചെന്ന് ചോദിച്ചപ്പം സ്തോത്രം എന്റെ ദൈവങ്ങൾ ഞാൻ വിളിച്ചിട്ട് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ ആ മുരുകൻ സേവയുള്ള അയാള് പറഞ്ഞു, അവിടെ ആരാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ ഇളയ മോള. അച്ഛന്റെ ദൈവം അവിടെ നിന്നെല്ലാം പോയി, അവിടെ ഒരു ദൈവങ്ങളും ഇല്ല, ആ മകളുടെ ദൈവമേ ഉള്ളൂ. ഒന്നുകിൽ ആ മകളെ അവിടെ നിന്ന് മാറ്റ്, അല്ലെങ്കിൽ അച്ഛൻ ആ മകളോടും കൂടെ ചേർന്ന് ദൈവത്തെ വിളിക്കാൻ പറഞ്ഞു. അവിടെ വന്നപ്പോഴത്തേക്ക് അച്ഛനങ്ങ് ദേഷ്യം തുടങ്ങി. വീട്ടിലിരുന്ന അമ്മയോടങ്ങ് വഴക്ക് തുടങ്ങി. യശോദര, അവളിവിടെ കയറിയിരിക്കുന്ന എന്റെ ആൾക്കാരല്ലേ ഇറങ്ങിപ്പോയെന്നും പറഞ്ഞു. അമ്മ അന്നേരം എനിക്ക് ഒരു അനുകൂലമായി നിന്ന്, അവള് ദൈവത്തെ അല്ലേ വിളിക്കുന്നേ, പോട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ ശാന്തമാക്കി. അങ്ങനെ എന്തായാലും ദൈവം എനിക്ക് എല്ലാവരെയും അനുകൂലമാക്കി തന്നു. അതുപോലെ എന്റെ അമ്മയെ രക്തമണലിൽ കടിച്ചു. ആ രക്തമണലിൽ കടിച്ച് രക്തം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞായറാഴ്ചയായിരുന്നു. അത് വഴിയിൽ വെച്ച് എന്റെ അമ്മയെ രക്തമണലിൽ കടിക്കുന്നത്. ആ രക്തമണലിൽ കടിച്ച് തല കറങ്ങി അമ്മ ഒരു സൈഡിലോട്ട് ഇരിക്കുമ്പോൾ ആരാധന ഹോളിന്റെ അടുത്ത അമ്മ ആയിരുന്നു. അവിടുന്ന് ദൈവദാസന്മാര് ആരാധനയ്ക്ക് കടന്നു വരുന്നത് കണ്ട ദൈവദാസന്മാര് ചോദിച്ചു എന്നാ പറ്റി. അപ്പൊ എന്റെ അച്ഛൻ എങ്ങനെയോ റോഡിൽ ഇറങ്ങി ചെന്നായിരുന്നു. അപ്പൊ അച്ഛനോട് ചോദിച്ചു, അച്ഛനും അമ്മയും കൂടെ അവിടെ നിന്നെ. അപ്പൊ അച്ഛനോട് ചോദിച്ചു, അമ്മ എന്തോ പറ്റി? അവളെ പാമ്പ് കടിച്ചതാ, രക്തമണലി കടിച്ചു, ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. എന്തായാലും ദൈവദാസന്മാര് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അമ്മയെ ഉടനെ ഒരു വിഷകാരിയുടെ അടുത്ത് കൊണ്ടുചെന്നു. അന്നേരം വിഷകാരിയുടെ അടുത്ത് കൊണ്ടുചെന്നപ്പോ വിഷകാരി പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്നത് കാര്യമായി, എന്തായാലും ഞങ്ങൾ ഇവിടെ എടുക്കത്തില്ല, എങ്കിൽ പോലും ഒന്ന് നോക്കാന്ന് പറഞ്ഞ് മരുന്ന് കൊടുത്തു. എന്തായാലും എന്റെ അമ്മ ജീവനോടെ രക്ഷപ്പെട്ടു. കാരണം ആ രക്തം തലമണ്ടേ കയറുവാൻ ദൈവം അനുവദിച്ചില്ല. കാരണം ദൈവദാസന്മാരവിടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുവാനിടയായി. അങ്ങനെ എൻ്റെ അമ്മയ്ക്കും വിശ്വാസമായി, എൻ്റെ വീട്ടിൽ അല്പമായ വിശ്വാസം ആയി. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ അവര് ദൈവത്തെ ആരാധിക്കുവാൻ, എൻ്റെ അമ്മ മാനസാന്തരപ്പെടുവാനും സ്നാനപ്പെടുവാനും ഒക്കെ ദൈവമിടയാക്കി. അങ്ങനെ എൻ്റെ കുടുംബത്തിൽ ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ പോയി 91 സ്തോത്രം. അന്ന് രക്ഷിക്കപ്പെട്ടില്ല, സ്നാനപ്പെട്ടില്ല, ഒന്നും ചെയ്തില്ല. പുള്ളി സ്തോത്രം അങ്ങ് പോയതാണ്. പക്ഷേ അവിടെ ചെന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ തൻ്റെ വിസ കളിപ്പീരായി പോയി. അത് സ്തോത്രം തൻ്റെ കൊണ്ടുപോയ ആള് വിസ 3 മാസത്തേക്കാണ്ട് വിസായ കൊടുത്തത്. പൈസയും പോയി, എല്ലാം പോയി. പുള്ളിക്ക് പുറത്തോട്ട് വരാൻ വയ്യ, എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ കുടുങ്ങി. എങ്കിലും സ്തോത്രം ഒരു 7 വർഷം സൗദി അറേബ്യയില് സ്തോത്രം ചാടി നിന്നു. ദൈവകൃപയാല് സ്തോത്രം പോലീസ് പിടിക്കുകയോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയോ ചെയ്തില്ല. കാരണം നിരന്തരം ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നാട്ടിലുള്ളവർ മുഴുവൻ പറഞ്ഞു, അവൻ ഇനി തിരിച്ചു വരത്തില്ല, അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് നിന്ദിക്കുവാൻ തുടങ്ങി. അല്ലെ സ്തോത്രം.
നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്നെ നിന്ദിക്കാൻ തുടങ്ങി. 7 വർഷമായി പോയിട്ട് എന്നാന്നറിയത്തില്ല, എവിടാന്നറിയത്തില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് കത്തുകൾ അയക്കുന്നുണ്ട്. കാശിന് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ അവിടെയൊക്കെ ആ 7 വർഷം കഴിഞ്ഞ് ആരും ഇനി പുറത്തു വരത്തില്ല, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഞാൻ ധൈര്യത്തോടെ നിന്നു. സ്തോത്രം. എന്റെ ഭർത്താവിനെ നാട്ടിൽ കൊണ്ടുവരുവാൻ എന്റെ ദൈവം ശക്തനാണെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. 7ാമത്തെ വർഷം പുള്ളി നാട്ടിൽ വരുവാനിടെ വന്നു കഴിഞ്ഞാണ് എല്ലാവരും പറയുന്നത്, അല്ലെങ്കിൽ സ്തോത്രം വിശ്വസിക്കുന്നത് സ്തോത്ര പ്രാർത്ഥനയുടെ ഫലമുണ്ടായെന്ന്. അതിനിടയിൽ ഞാൻ ഒരുപാട് കഷ്ടങ്ങളും നിന്ദകളും ആക്ഷേപങ്ങളും എന്റെ മുഖത്ത് നോക്കി എന്റെ ജാതിപ്പേര് പറഞ്ഞ് എന്നെ പരിഹസിച്ച ആൾക്കാരുണ്ട്. ഞാൻ ടൗണിലൊക്കെ ഇറങ്ങുമ്പോൾ എന്നെ ആ റോഡിൽ നിന്നുകൊണ്ട് പരിഹസിച്ച ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ സ്തോത്രം അവള് വലിയ പ്രാർത്ഥനക്കാരിയാ. കാരണം ഇതിനു മുമ്പ് ആരാധനയ്ക്കൊക്കെ പോയവർക്ക് ലഭിക്കാത്ത ഒരു കൃപ ദൈവം എനിക്ക് തന്നു, നല്ലൊരു അനുഭവം എനിക്ക് തന്നു. അതൊക്കെ കാണുമ്പോ ഇല്ലേ സ്തോത്രം എന്താ പറയുക, സ്തോത്രം കൈന് ഹാബേലിനോടുള്ള ആത്മീയ പോര് എങ്ങനെ കൊന്നുകളയാം, ഹാബേലിനെ കൊന്നുകളഞ്ഞതുപോലെ കൊന്നുകളയുന്ന ഒരു അനുഭവം. കാരണം മൂർച്ചയേറിയ അമ്പെന്ന് പറയുന്ന നാവ് കൊണ്ട് നമ്മളെ മുറിവേൽപ്പിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം വേദന, അത് ഞെക്കിക്കൊല്ലുന്നതിനെക്കാട്ടി കഷ്ടമാണ് നമ്മുടെ മുഖത്ത് നോക്കി നമ്മളെ പരിഹസിക്കുന്നത്. അത് എങ്കിലും ഞാൻ അതിന്റെ മുമ്പിൽ ഒന്നും പതറിപ്പോയില്ല. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് എനിക്കറിയാം. എന്നോട് ദൈവം രാത്രികളിൽ സംസാരിക്കുന്നുണ്ട്. ദൈവം എനിക്ക് അല്ലെങ്കിൽ കാഴ്ചപ്പാട് തരുന്നുണ്ട്. ഞാൻ അതനുസരിച്ച് ഞാൻ മുൻപോട്ട് പോകും. ആരോടും ഒന്നിനും ഞാൻ പറയാൻ നിൽക്കത്തില്ല. അങ്ങനെ എന്റെ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ മുൻപോട്ട് പോയി. അവിടെ നിന്നുകൊണ്ട് എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചത് കൊണ്ടാ, ഞാൻ നിന്നെ ഒത്തിരി നിന്ദിച്ചത് കൊണ്ടാ, നിന്നെയോട് ഒരുപാട് ദ്രോഹം ചെയ്തു. നീ ഒരു വാക്കെങ്കിലും ദൈവത്തോടൊന്ന് പറ, എന്നെ ഒന്ന് വിടിവിക്കാൻ. അല്ലെങ്കിൽ സ്വതം നീ പറഞ്ഞാൽ ദൈവം കേൾക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിരന്തരം എനിക്ക് കത്തെഴുതാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു ഭർത്താവിന് അങ്ങനെ ചെയ്യുമോ? നിങ്ങൾ ദൈവത്തോട് ചോദിക്ക്. ദൈവമാണ് ഇതിന് ഉത്തരമരുളേണ്ടത്. ദൈവത്തോടാ ക്ഷമ ചോദിക്കേണ്ടത്, എന്നോടല്ല. അല്ലെങ്കിൽ ദൈവമാണ് അതിന് പരിഹാരം എന്ന് പറഞ്ഞ് സ്തോത്രം അങ്ങനെ 7 വർഷത്തിനുള്ളിൽ വീട്ടിൽ വരുവാനിടയായി. അപ്പോഴത്തേക്ക് മക്കള് അല്ലെങ്കിൽ മോള് 10ാം ക്ലാസ്സിലായി, മോന് 8ലോ 7ലോ എങ്ങാണ്ടായി. അങ്ങനെ ഞങ്ങള് ഒത്തിരി കഷ്ടതയിലൂടെ ഒക്കെ ഞങ്ങൾ കടന്നുപോയി. അങ്ങനെ 2002 തോന്നി ഭർത്താവ് സഹോദരൻ എന്റെ ഹസ്ബൻഡ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. അല്ലെങ്കിൽ അന്ന് അതിനിടയ്ക്ക് കർത്താവിന്റെ എന്റെ ഹസ്ബൻഡിന് എലിപ്പനി വന്നു. എലിപ്പനി വന്നപ്പം എലിപ്പനിയാണെന്ന് അറിയത്തില്ലായിരുന്നു. പണ്ട് എന്റെ ഹസ്ബൻഡിന് എലി കടിച്ചതാ. പക്ഷെ നമ്മൾ അന്ന് മരുന്നൊക്കെ കഴിച്ചെങ്കിലും ഇത് ഇങ്ങനെ വരുമെന്ന് അറിയത്തില്ലായിരുന്നു. പരിശോധനയിലൊക്കെ കഴിഞ്ഞ് അതിന്റെ മൂർച്ഛിച്ച അവസ്ഥയിലാണ് അറിയുന്നത് എലിപ്പനിയാണെന്ന്. എങ്കിലും ദൈവദാസന്മാർ അവിടെയും വന്ന് പ്രാർത്ഥിച്ചു. അവിടെയും മരണത്തിന് ഏൽപ്പിക്കാതെ ദൈവം വിടുവിച്ചു. ദൈവം ഒത്തിരി ഒത്തിരി നന്മ എന്റെ ജീവിതത്തിൽ ചെയ്തു. കാരണം നിന്ദിച്ചവരുടെ നടുവില്, പഴിച്ചവരുടെ നടുവില് ഹല്ലേലൂയ സ്തോത്രം ഒത്തിരി ഹല്ലേലൂയ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ അവിടെ ഒന്നും എന്റെ ദൈവത്തെ തള്ളിപ്പറയാനോ, എന്റെ ദൈവത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എന്റെ ദൈവത്തെ തള്ളിപ്പറയാൻ എനിക്ക് ഇടയാക്കിയിട്ടില്ല. കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്നോട് വാക്ക് പറഞ്ഞത്, ഞാൻ നിന്നെ ഒരു നാളും അനാഥയായി വിടത്തില്ല, അല്ലെങ്കിൽ ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല എന്ന് ദൈവമായി എന്നെ പറഞ്ഞ് ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിച്ചിറക്കിയേച്ച് ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിക്കും, കർത്താവേ 33 കോടി ദൈവങ്ങളുടെ നടുവിൽ നിന്ന് എന്നെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നെ ഇവരെ ഇതൊക്കെ പറയുമ്പോൾ സ്തോത്രം ഞാൻ എന്ത് മറുപടി പറയും? എന്നെ വിളിച്ചത് ദൈവമല്ലേ? ഇങ്ങനൊക്കെ ഞാൻ ദൈവത്തോട് പറയുമെന്നല്ലാതെ മനുഷ്യനോട് ആരോടും പറയത്തില്ല. പക്ഷെ എന്റെ സഹോദരങ്ങളൊക്കെ എനിക്ക് വേണ്ടി ശുദ്ര പ്രയോഗം ഏതെല്ലാം വിധത്തിൽ കുരുതി ഹല്ലേലൂയ സ്തോത്രം നേർച്ചകള് കാഴ്ചകള് ഹല്ലേലൂയ ഒക്കെ ചെയ്ത് എന്നെ ഏത് വിധത്തിൽ ഈ വിശ്വാസ ജീവിതത്തിൽ നിന്ന് തകർത്ത് കളയാം, അല്ലെ ഈ ഭൂമുഖത്ത് നിന്ന് തള്ളിക്കളയാം, ഇവളിനിയും വേണ്ട, ഇവളുടെ മുഖം കാണണ്ട എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി നേർച്ചകൾ കഴിച്ച അനേക സന്ദർഭങ്ങളുണ്ട്. അവിടെ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനുഭവങ്ങളുണ്ട്. ചില ശക്തികൾ എന്നെ തകർക്കുവാൻ വരുന്ന അനുഭവങ്ങൾ, അവിടെയൊക്കെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവം എന്നെ നിലനിർത്തി. ആർക്കും എന്നെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ എന്റെ മക്കള് സ്തോത്രം മോനതിനിടയ്ക്ക് മോനെയും സ്തോത്രം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഹസ്ബൻഡ് സ്തോത്രം സ്നാനപ്പെടുവാനിടയായി. സ്നാനപ്പെട്ട എന്നോടൊപ്പം വന്ന് ആരാധിക്കുവാനിടയായി. അങ്ങനെ ഞങ്ങൾ വീടടങ്ങാൻ ദൈവത്തെ സ്തുതിക്കുവാനിടയായി. ദൈവം പറഞ്ഞത്, നീ അധമമായി ഉപേക്ഷിച്ച് ഉത്തമമായി പ്രസ്താവിച്ചാൽ നീ അവരുടെ പക്ഷം ചേരത്തില്ല, ഹല്ലേലൂയ സ്തോത്രം, അവർ നിന്റെ പക്ഷം ചേരും. അങ്ങനെ എന്റെ
കുടുംബത്തിൽ എൻ്റെ ചേച്ചി, എൻ്റെ ആ സഹോദരൻ, ഹല്ലേലൂയ, എൻ്റെ മാതാപിതാക്കൾ, ഇവരൊക്കെ കർത്താവിനെ അറിയുവാനിടയായി. എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും ഇനി ഒരു പെന്തക്കോസ്ത് ജീവിതത്തിൽ ഞാൻ വരത്തില്ല, ഞാൻ ഒരു ജന്മം കൂടെ ജനിക്കണം എന്ന് എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞ എൻ്റെ ഹസ്ബൻഡ് ഹല്ലേലൂയ വളരെ നാളുകൾ കഴിഞ്ഞ് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ജലത്തിൽ സ്നാനപ്പെട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനിടയായി. അത് കഴിഞ്ഞ് 3 വർഷം ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചേട്ടത്തിയെ ആദ്യം വിവാഹം കഴിച്ചു വിട്ടതിൽ അതിലൊരു മോനുണ്ട്. ആ മോൻ വീട്ടിലുണ്ട്. സ്തോത്രം. അവൻ പിന്നെ രണ്ടാമത് എൻ്റെ ചേച്ചിയെ വിവാഹം കഴിച്ചു വിട്ടപ്പം എൻ്റെ മോന് സ്തോത്രം അവനെ കൂടെ കൊണ്ടുപോയില്ല. അവനെ എൻ്റെ സ്വന്തം എൻ്റെ 2 മക്കളോടുകൂടെ ഞാൻ അവനെ വളർത്തി. അല്ലെങ്കിൽ സ്തോത്രം, അവൻ്റെ ഒരമ്മയായിട്ട്, അല്ലെ മാതാപിതാക്കൾ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ സ്വത്ത്, എനിക്ക് കിട്ടേണ്ട സ്വത്തൊക്കെ അവന്റെ പേർക്ക് എഴുതി കൊടുത്ത് ഞാൻ അവനെ വളർത്തി. 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചു. അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവന് വളർന്നപ്പോൾ അവരുടേതായ നിലയിൽ അവനും ദൈവസന്നിധിയിൽ വന്നില്ല. അവൻ മറ്റു കൂട്ടുകെട്ടിലൊക്കെ അവൻ പോയെങ്കിലും അവന് മാതാപിതാക്കളെ നോക്കുവാനും എൻ്റെ അപ്പനെയും അമ്മയെ നോക്കുവാനും ഒക്കെ അവനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങള് ഒരു വിവാഹവും കഴിച്ച് അവന് കൊടുത്തിട്ട് ഞങ്ങള് അവിടുന്ന്, കാരണം അവൻ ഹിന്ദു മതത്തിൽ നിന്ന് ഞങ്ങളുടെ ആൾക്കാരിൽ നിന്ന് ഒരു വിവാഹം കഴിച്ചു. അത് കാരണം അവള് വീട്ടിൽ വന്നപ്പം അവക്ക് വിളക്ക് കത്തിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മാറി കൊടുത്തു. ഞങ്ങൾ വാടകയ്ക്ക് പോകേണ്ടി വന്നു. ഞങ്ങളുടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ വാടകയ്ക്ക് പോയി. ഞങ്ങള് താമസിക്കുമ്പോഴാണ് 2003 എൻ്റെ ഹസ്ബൻഡ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായി. അതോടുകൂടെ ഞാൻ എല്ലാം വിട്ട് തിരിച്ച് മടക്കി ചെല്ലുമെന്ന് എൻ്റെ ആൾക്കാർ വിചാരിച്ചു. അവിടെയും ഞാൻ പോയില്ല. ഞങ്ങൾക്ക് വാടക കൊടുക്കുവാൻ നിവർത്തിയില്ല. യാതൊരു വിധത്തിലും ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും എൻ്റെ ആൾക്കാരെല്ലാം വന്ന് കണ്ടു. സഭയാണ് ആ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തി. അല്ലെ സ്തോത്രം. അന്നും എന്നെ സഹായിക്കുവാൻ എൻ്റെ സ്വന്തത്തിൽ നിന്നോ എൻ്റെ ബന്ധത്തിൽ നിന്നോ എനിക്ക് ഉറ്റവരോ ഉടയോരോ ആരും ഉണ്ടായിരുന്നില്ല. പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കളും മാത്രമാണ് എനിക്ക് അന്നും ഇന്നും എനിക്ക് കൈത്താങ്ങലുള്ളൂ. കാരണം എൻ്റെ കുടുംബങ്ങളിലെ ഒരു കാര്യത്തിന് ഞാൻ പോകാറില്ല. കാരണം എന്നെ അവരാരും വിളിക്കാറില്ല. അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളും മരിച്ചുപോയി. അല്ലെങ്കിൽ സ്തോത്രം, അവരുടെ ആൾക്കാരൊന്നും എന്നെ ഒന്നിനും വിളിക്കാറില്ല. അതുപോലെ തന്നെ എൻ്റെ സ്തോത്ര ഹസ്ബൻഡിന്റെ മാതാപിതാക്കളും രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഇടയായി. ഹല്ലേലൂയ. അവരും കർത്താവിന് വേണ്ടി ആയിരിക്കാൻ ദൈവം സഹായിച്ചു. എന്നാൽ അവരും ഞങ്ങളെ നോക്കിയില്ല. അവരും ഞങ്ങളെ കൈയൊഴിഞ്ഞ അവസ്ഥയായിരുന്നു. കാരണം ഞങ്ങൾക്കൊന്നും തരുവാൻ അവർ സമ്മതിച്ചില്ല. അവര് കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ ഒത്തിരി കഷ്ടം, വാടക കൊടുക്കാൻ പോലും നിവർത്തിയില്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടു. അതുപോലെ തന്നെ എൻ്റെ മോള് സ്വതന്ത്ര വിവാഹം കഴിക്കണം. എൻ്റെ മോൻ +1 പഠിക്കുന്നേ ഉള്ളൂ. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഭാരപ്പെട്ടു. ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ കർത്താവ്, ഞാൻ എങ്ങോട്ട് പോകും? ഒരു വഴിയും ഞങ്ങൾക്കില്ല. ഉപജീവിക്കുവാൻ മാർഗമില്ല. അല്ലെങ്കിൽ ഒരു വീടില്ല. ഏതൊരു മനുഷ്യനും ലോകപ്രകാരം ചിന്തിച്ചാൽ അവരുടെ മുമ്പിൽ ആത്മഹത്യ മാത്രമേ ഉള്ളൂ. ദൈവമക്കളെ, അതിനൊന്നും ദൈവം എന്നെ ഇടയാക്കിയില്ല. സരാഫാത്തിലെ വിധവയെ പോറ്റിയതുപോലെ ദൈവം ഏലിയാവുമാരെ അയച്ച് ദൈവം എന്നെ പോറ്റി, എൻ്റെ കുഞ്ഞുങ്ങളെയും പോറ്റി. അങ്ങനെ വളരെ ഭാരത്തോടെ ഞങ്ങളായിരിക്കും. എൻ്റെ മോടെ വിവാഹം നടക്കണം. അവൾക്ക് 19 വയസ്സായി. എൻ്റെ കുഞ്ഞിന്റെ വിവാഹം നടക്കണം. ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് വാടകയ്ക്ക് കിടക്കുന്ന എങ്ങനെയാ? ഞാൻ ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി, കർത്താവേ, ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട്, എൻ്റെ മോൻ അവനാണ് ഇളയത്, അവന് +1 ഉള്ളൂ. എൻ്റെ മക്കളുടെ കാര്യം എങ്ങനെയായിരിക്കും എന്നോർത്ത് ഞാൻ ഭാരപ്പെട്ടു എങ്കിലും എൻ്റെ ദൈവത്തിൽ ഞാൻ ധൈര്യപ്പെട്ടു. എന്നെ ഹല്ലേലൂയ. എന്നാൽ എൻ്റെ മകളുടെ വിവാഹവും അത് നടക്കുവാനിടയായി. കാരണം ഒരു മർത്തോമായില് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവപൈതലുമായ ഉള്ള ആലോചന വന്നു. ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ആരുമില്ല, സ്വന്തക്കാരും ബന്ധക്കാരുമില്ല. ഞങ്ങൾ 3 പേര് മാത്രമേ ഇപ്പൊ ശേഷിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഹിന്ദു മതത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതാ. നിങ്ങൾക്ക് അത് വല്ലതും അറിയാമോ? ഞങ്ങളുടെ സത്യാവസ്ഥ ഞങ്ങൾക്കൊന്നും തരാനില്ല. പക്ഷെ ഞാൻ എൻ്റെ വിശ്വാസത്തോടെ ഞാൻ പറഞ്ഞു, ഞാനൊരു ഹല്ലേലൂയ സ്തോത്രം 75,000 രൂപ അപ്പൊ നിങ്ങൾക്ക് തരാം. അതിന് എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. 1 രൂപ ഇല്ലാതെ ഞാൻ അത് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ മക്കൾ എന്നോട് ചോദിച്ചു, എന്നോ ഓർത്ത മമ്മി ഇത് പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല, കർത്താവ് തന്നോളൂ എന്ന് പറഞ്ഞു. എന്തായാലും ദൈവമക്കളെ, കർത്താവിന്റെ ദാസനെ ആ വിവാഹം നടക്കുവാനിടയായി. ദൈവസ്തോത്രം. എങ്ങനെ ആ കാര്യങ്ങൾ നടന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നെ സ്തോത്രം അറിയാത്തവര് പോലും അല്ലെങ്കിൽ സ്തോത്രം ഒരു സമയം വിവാഹം ഉറപ്പിച്ചു, നിശ്ചയം കഴിച്ചു. സ്തോത്രം ഒരു ശനിയാഴ്ച നിശ്ചയമാണെങ്കിൽ വെള്ളിയാഴ്ച വരെ എൻ്റെ കയ്യിൽ 1 രൂപ പോലും വന്നില്ല. ഞാൻ മുറിക്കകത്ത് കയറി ഇരുന്നിട്ട് ആ കതവടച്ചിട്ട് കൈ നെഞ്ചത്തോട്ട് വെച്ച് കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, കർത്താവ്, എന്നെ ലജ്ജിപ്പിക്കരുത്.
ഞാൻ വല്ലവരോടും വാക്ക് പറഞ്ഞ ഒരു വാക്ക് ചെന്ന് പറയാൻ ആരുമില്ല. സ്തോത്രം, ഞാൻ മറ്റുള്ളവരെയൊക്കെ വിളിച്ചോണ്ടാണ് ഞാൻ പോയത്. എന്നെ ലജ്ജിപ്പിക്കരുതെന്ന് പറഞ്ഞു. എന്തായാലും തക്ക സമയത്ത് അതിൽ കൊടുക്കുവാനുള്ള പൈസ കുറച്ച് എനിക്ക് കല്യാണം നടത്തുവാനൊക്കെ ദൈവം എന്നെ കർത്താവ് സഹായിച്ചു. അവൾ ഇന്ന് ഹല്ലേലൂയ റാന്നിയിൽ അവള് ആയിരിക്കുന്നു. സ്തോത്രം, ഇപ്പോൾ അവള് ദുബൈയിലാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കുടുംബമായിട്ട് അവിടെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ ഇല്ലാതെ ഞാൻ ഭാരപ്പെട്ടിട്ടുണ്ട്. എന്റെ മക്കളെ ഞാൻ എങ്ങനെ വളർത്തുമെന്ന് ഓർത്തു ഭാരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവിടെ ഒക്കെ എന്റെ ദൈവം എന്നെ തള്ളിയില്ല. എന്റെ വീട്ടുകാരുടെ നടുവിൽ പോയി, എന്റെ സഹോദരങ്ങളുടെ നടുവിൽ പോയി ഒരു നേരത്തേക്ക് പോലും കൈ നീട്ടുവാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. എന്നെ പകച്ചു തള്ളിയവർ, എന്നെ തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ എന്റെ ദൈവം ജയോത്സവമായി നടന്നു. ഇന്ന് അവരെന്നെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം എന്നറിയാം. നീ ദൈവത്തെ വിളിച്ചത് കൊണ്ടാണ് നീ ഇന്ന് ഇങ്ങനെ സന്തോഷം അനുഭവിക്കുന്നെന്ന് പറയുവാൻ. എന്റെ സഹോദരങ്ങളെല്ലാം കിടക്കുന്ന കണ്ട വളരെ ശോചനീയ അവസ്ഥയാണ്. ഒരു സമാധാനമില്ല. മദ്യപിച്ച് അല്ലെങ്കിൽ സ്തോത്രം കുടുംബജീവിതം തകർന്ന് എന്റെ സഹോദരങ്ങളൊക്കെ പോകുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളെ ദൈവം മാനിച്ചതോർത്താൽ ഇതിനൊന്നും ഞങ്ങൾക്ക് യോഗ്യതയില്ല, ഇതിനൊന്നും ഞങ്ങൾക്ക് അർഹതയില്ല. അല്ലെങ്കിൽ സ്വന്തം ദൈവത്തിന്റെ കരുണ ഞങ്ങളെ നടത്തിയെന്ന് പറയുവാനുള്ളൂ. അതുപോലെ തന്നെ എന്റെ മോന് ഹല്ലേലൂയ സ്തോത്രം, അവൻ +2 കഴിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം, തുടർന്ന് പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ല. എങ്കിൽ പോലും മറൈൻ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുവാൻ അല്ലെങ്കിൽ എറണാകുളത്ത് കൊണ്ടുവിട്ടു. ഞാൻ മാത്രമാണ് വാടകയ്ക്ക് താമസിക്കും. മോളെ കെട്ടിച്ചു വിട്ടു. ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്റെ 38ാമത്തെ വയസ്സിലാണ് ഹസ്ബൻഡ് മരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ചെറുപ്പമാണ്. എങ്ങനെയാണ് എന്ന് ഓർത്ത് അവൻ ആ പഠിത്തം മുടക്കി വെച്ച് നാട്ടിൽ വന്ന് ഒരു ഓട്ടോ എടുത്ത് ഹല്ലേലൂയ സ്തോത്രം കൂലിക്കോടി ഞങ്ങളുടെ കുടുംബം പോറ്റുവാൻ തുടങ്ങി. അങ്ങനെ അവന് സ്തോത്രം ഓട്ടോ സ്റ്റാൻഡിലുമായിട്ട് ഇങ്ങനെ അവൻ കടന്നു പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്കുള്ളവർ തന്നെയാ ഞങ്ങൾക്ക് വിരോധികളായവർ എന്റെ കുഞ്ഞിനെ കള്ളക്കേസ് കൊടുത്ത് ജയിലിൽ അടയ്ക്കുവാനിടയായി. 17ാമത്തെ വയസ്സിൽ എന്റെ കുഞ്ഞ് കള്ളക്കേസിൽ അവനെ ഒരു സ്തോത്രം പോലീസ് ഒരു ജീപ്പ് സംഘവും വന്ന് അവനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാനൊരു ജോലി സ്ഥലത്തിരിക്കുക. എന്നോട് വന്ന സഹോദരൻ പറഞ്ഞു, മോൻ അന്നെന്റെ മോള് പ്രസവിച്ച് 56 എന്നോട് വന്ന് പറഞ്ഞു, മോനെ ഇതുപോലെ പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പെട്ടെന്ന് ഓടി സ്റ്റേഷനിൽ ചെന്നപ്പോൾ എന്റെ കുഞ്ഞിനെ അകത്ത് നിർത്തിയിരിക്കുന്നു. ഞാൻ അന്ന് മുഴുവനും അവിടെ ഇരുന്നു. വക്കീലിനെ കണ്ടിട്ട് പോലെ വക്കീലിനെ കണ്ട് കാശുണ്ടോ അതുമില്ല. പക്ഷെ എന്റെ ശത്രുവായവർ തന്നെ എനിക്ക് പൈസ കൊണ്ട് തന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ നശിപ്പിക്കാനിരുന്നവർ പോലും എനിക്ക് പൈസ കൊണ്ടു തന്നിട്ട് പറഞ്ഞു, കൊച്ചിനെ എങ്ങനെയും ഇറക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്തോത്രം എനിക്ക് കാശ് കൊണ്ടു തന്നു. ആ പോലീസുകാർ എന്നോട് പറഞ്ഞു, സ്തോത്രം, അമ്മാമ്മയുടെ മോന്റെ നേർക്ക് കൈ ഉയർത്തി അടിക്കാൻ ചെല്ലുമ്പോൾ അവന്റെ മുഖത്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അടിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ കൈ തന്നെ താഴോട്ട് പോവുക. കാരണം എന്റെ കണ്ണുനീര് ദൈവത്തോട് വാരി എറിഞ്ഞു. കർത്താവ് എന്റെ കുഞ്ഞിനെ അവനെ ഒന്ന് അടിക്കാനുണ്ട്. കാരണം അവന്റെ ശരീരമൊക്കെ അതുപോലെയാ. അല്ലെങ്കിൽ 18 വയസ്സേ ഉള്ളെങ്കിലും അവൻ നല്ല ശരീരമുള്ളവനാ. അല്ലെങ്കിൽ വളർച്ചയിലൊക്കെ ഒരു 10-25 വയസ്സിന്റെ ആളവനുണ്ട്. അവനെ കണ്ടാൽ ആരും അടിക്കും. അല്ലെങ്കിൽ പോലീസുകാർക്കൊന്ന് അടിക്കാനുണ്ട് എന്റെ കുഞ്ഞിനെ കണ്ട. അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഏതാണ്ട് അവര് സ്തോത്രം കോടതിയിലാ കൊടുത്തത് കൊണ്ട് 14 ദിവസത്തെ റിമാൻഡ് ചെയ്തു. എന്ത് ചെയ്യണമെന്നറിയില്ല, ആരും സഹായിക്കാനില്ല. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു ദൈവത്തോട്, രാപകലില്ലാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ ജയിലിൽ കാണാൻ ചെല്ലുമ്പോഴും പോലീസുകാർ പറയും, എന്റെ അമ്മാമ്മയുടെ മോനെ മാത്രം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ആ കുഞ്ഞിനെ എത്രയും വേഗം നിങ്ങൾ ഇറക്കിക്കൊണ്ട് പോകണം. ഞാൻ സ്തോത്രം ഹല്ലേലൂയ ഹൈക്കോടതിയിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം ഞാൻ ജാമ്യം എടുത്ത് എന്റെ കുഞ്ഞിനെ പുറത്തിറക്കുവാനിടയായി. അവനും അങ്ങനെയൊന്നും ഒരു കേട് വരാതെ ദൈവം അവനെ സൂക്ഷിച്ചു. അങ്ങനെയെല്ലാം ഒത്തിരി കേസുകൾ, ഞാൻ ചെയ്യാത്ത തെറ്റുകൾക്ക് എന്റെ സഹോദരങ്ങള് കൊണ്ട് കേസ് കൊടുത്തിട്ട് എന്നെ സഹോദരൻ അവിടെയൊക്കെ എന്റെ ദൈവത്തിന്റെ കരം എന്നോട് കൂടെ ഇരുന്നു. ഞാൻ കയറാത്തതൊന്നുമില്ല. സ്തോത്രം കോടതി കയറി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കയറി എവിടെയൊക്കെ കയറണം അവിടെയൊക്കെ എന്റെ സഹോദരങ്ങൾ എന്നെ കയറ്റിയിട്ടുണ്ട്. ദൈവത്തിന് സ്വതന്നാൽ എവിടെയൊന്നും ഞാൻ കയറിയിട്ടില്ല. പോലീസുകാരെ എനിക്ക് പേടിയാണ്. എന്നാൽ സഹോദരം, ദൈവവചനം പറയുന്നത് സിംഹത്തിന്റെ വായ അടച്ചവൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. സിംഹത്തിന്റെ വായ അടച്ചവന് ദൈവമേ സ്തോത്രം, പോലീസുകാരുടെ വായൊക്കെ അടയ്ക്കാൻ ദൈവത്തിന് കഴിയും. ഞാൻ ചെല്ലുമ്പോൾ അവരൊന്നും എന്നോട് ചോദിക്കത്തില്ല. ആന്റി അവിടോട്ട് എഴുതി വെച്ചേച്ചു ആന്റി പൊക്കോളാൻ പറഞ്ഞ് എന്നെ പറഞ്ഞു വിടും. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ എന്റെ എതിർകക്ഷിയെ നല്ല സ്തോത്ര ഭാഷ പറഞ്ഞ് അവർ വിടും. അവരോട് ഇനി മേലാ വഴക്കിന് പോയേക്കരുതെന്ന് പറഞ്ഞ് അവർ എഴുതി ഒപ്പിച്ചിട്ട് പോകും.
അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ. അവിടെയൊന്നും ഞാൻ എൻ്റെ ദൈവത്തെ തള്ളി പറയുവാനോ എൻ്റെ ദൈവത്തിന് അതിൻ്റെ നഴിവിൽ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ സുവിശേഷം പറയും. ഏതൊരു വ്യക്തിയെ കണ്ടാലും ഞാൻ സുവിശേഷം പറയും. എൻ്റെ യേശു എന്നെ പിടിവിച്ചത് പറയും. ഹല്ലേലൂയ, കർത്താവ് എനിക്ക് നല്ലവനെന്ന് പറയും. അതിനൊന്നും ഞാൻ മടിക്കത്തില്ല. ആരോട് പറയണമോ ഞാൻ അവരോട് പിടിച്ചു നിർത്തി എനിക്ക് പറയാൻ കഴിയുമെങ്കിൽ ഞാൻ പറയും. എൻ്റെ കർത്താവിനെ പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ അനേക ജീവിതങ്ങളെ ദൈവത്തിങ്കിലേക്ക് നേടിയെടുക്കുവാൻ ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഈ പ്രതികൂലത്തിലും ഇന്നും ഞാൻ പ്രതികൂലത്തിലാണ് ദൈവമക്കളെ ജീവിക്കുന്നത്. ഇന്നും എനിക്ക് പ്രതികൂലമാണ്. കാരണം കഷ്ടത എനിക്ക് ഗുണമായി. ഞാൻ ഈ കഷ്ടമൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇത്രമാത്രം ദൈവസന്നിധിയിലായിരിക്കുന്നത്. കാരണം ഹല്ലേലൂയ സ്തോത്രം, അല്ലായിരുന്നെങ്കിൽ, എനിക്ക് കഷ്ടമില്ലായിരുന്നെങ്കിൽ, പൗലോസ് പറയുന്നത് എനിക്ക് ഞാൻ മരിക്കുന്നത് ലാഭമെന്ന് പറയുന്നത് പോലെ, ഹല്ലേലൂയ, സകലതും ഞാൻ ഛേദമെന്ന് എണ്ണിയെന്ന് പറഞ്ഞതുപോലെ ഞാൻ ക്രിസ്തു എന്നിൽ വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇതൊക്കെയും സ്തോത്രം ഞാൻ സഹിക്കുന്നു. കഷ്ടത ഒരു വരമായി ഞാൻ ഏറ്റെടുക്കുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം, രോഗങ്ങളും ഒക്കെ വരും, എന്നാൽ ഞാനൊരു വൈദ്യന്മാരിൽ ആശ്രയിക്കാറില്ല. ഒത്തിരി ഒന്നും തീരുമാനമില്ല. ഞാൻ അങ്ങനെ ഓടിപ്പോയി വൈദ്യന്മാരിൽ ആശ്രയിക്കുവോ അല്ലെങ്കിൽ സ്തോത്രം മരുന്ന് കഴിക്കുകയോ ചെയ്യാറില്ല. ദൈവം എന്നെ സൗഖ്യമാക്കും. അനേകർക്ക് വേണ്ടി വിടുതൽ ദൈവം അയക്കുന്നുണ്ട്. ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കഴിവുകൊണ്ടൊന്നും അല്ല, ദൈവം അത്ഭുതം. എന്നെ പോലെ ഭാരം അനുഭവിക്കുന്നവർ എന്നെ വിളിച്ച് ആന്റി ഇന്ന വിഷയമുണ്ട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ പ്രവൃത്തി എനിക്ക് കണ്ണാലെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, ദൈവം എന്നെ അതുപോലെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സ്തോത്രം പലയിടങ്ങളിൽ ഇന്നിപ്പോ ചില വീടുകളിൽ ഞാൻ സ്തോത്രം വചനം പറഞ്ഞ് ഹിന്ദുക്കളുടെ വീടുകളിൽ തന്നെ ഞാൻ വചനം പറയും. അവരോട് ഞാൻ സുവിശേഷം പറയും. എനിക്കൊരു മടിയില്ല. കാരണം അവരെന്നോട് എതിർക്കത്തില്ല. കാരണം എനിക്ക് അതിന് തെളിവ് സഹിതം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ദൈവം കൃപ തരുന്നത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഞാൻ അവരോട് അത് പറയും. ഹല്ലേലൂയ സ്തോത്രം, എനിക്ക് അതിന് ഭയമില്ല. ദൈവമക്കൾ ആരെങ്കിലും മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നെങ്കിൽ മക്കളെ തന്ന ദൈവത്തിന് അവരെ പോറ്റുവാൻ ഞാൻ പറയട്ടെ. എൻ്റെ മോന് അതൊക്കെ കഴിഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം ആ ഓട്ടോറിക്ഷ ഓടിച്ച് ഞങ്ങള് കുറെ നാൾ കഴിഞ്ഞു. അത് കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി ഇവരെ ഇനി ഒരു തരത്തിൽ ഇവളെ തകർക്കാൻ പറ്റത്തില്ലെന്ന, എൻ്റെ കൊച്ചിനെ എങ്ങനെങ്കിലും അങ്ങ് തകർത്ത് കളയാമെന്ന് അവനെ എന്നിൽ നിന്ന് അകറ്റുവാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം, അവൻ അകന്നു മാറുവാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം, എന്നിട്ട് ഞാൻ ഭാരപ്പെട്ടില്ല. എന്നാലേ സ്തോത്രം, എൻ്റെ ഹസ്ബൻഡിന്റെ പെങ്ങന്മാര് മർത്തോമായിലാണ്. അവരിടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇവനെ വിളിച്ചുകൊണ്ട് പോവുകയും അവരുടെ സംരക്ഷണയില്, കാരണം കുഞ്ഞല്ലേ, അവൻ അവരുടെ സംരക്ഷണയിലായി. അങ്ങനെ അവനെ അവരുടെ ഇതിലായതുകൊണ്ട് അവൻ അങ്ങനെ അങ്ങോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ പോയി തുടങ്ങി. സ്തോത്രം, അവനൊരു 10-25 വയസ്സായപ്പോഴത്തേക്ക് അവര് മർത്തോമായിലോട്ട് ചേർത്തിട്ട് മർത്തോമായിൽ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് സ്തോത്രം അവര് അങ്ങനെ പോയി. അപ്പൊ അവളൊരു നേഴ്സ് ആയതുകൊണ്ട് ഇപ്പൊ അവിടെ പോയി പൂനായില് ഒരു ഹോസ്പിറ്റലിൽ വർക്കായി. കാരണം അതൊക്കെ ഒരു ദൈവത്തിന്റെ പദ്ധതി. കാരണം ഓട്ടോ സ്റ്റാൻഡിൽ കിടന്ന് എല്ലാരും ഓർത്തു തല്ലിയും പിടിച്ചും എൻ്റെ കുഞ്ഞിനെ ജയിലിൽ അടച്ചും എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റി അവനെ അങ്ങ് തകർത്ത് കളയാം എന്നാ കരുതിയത്. ദൈവമക്കളെ, ഒരിക്കലുമില്ല. ദൈവത്തിന് അത് കഴിയത്തില്ല. കാരണം അല്ലെങ്കിൽ യോസേപ്പിനെ അല്ലെ സഹോദരന്മാർ വിചാരിച്ചു ഒട്ടക്കിണറ്റിൽ കൊണ്ടിട്ടാല് അവൻ അതോടുകൂടി അവനെ പൊത്തിപ്പേറിന് അല്ലെങ്കിൽ മിസ്രൈമിലേക്ക് വിറ്റ് ഇനി അവന്റെ കാര്യം ഇല്ലല്ലോ, അവൻ അതോടെ നശിച്ചു പോകും, ഇനി ഉയർക്കുകയില്ലെന്നാ സഹോദരങ്ങൾ വിചാരിച്ചത്. അല്ല, യോസേപ്പിനെ കുറിച്ച് ദൈവം ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്. യോസേപ്പ് കണ്ട ചില ദർശനങ്ങളുണ്ട്. അത് നിറവേറണമെങ്കിൽ യോസേപ്പിന്റെ ജീവിതത്തിൽ ചില കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കണം, ചില കാരാഗ്രഹങ്ങൾ അനുഭവിക്കണം. അത് ദൈവം വെച്ചതാ, അത് അനുഭവിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ സഹോദരങ്ങൾ പോയി നിന്ന് കൈകൂപ്പണ്ടി വന്നത്. ദൈവത്തിന് നമുക്കറിയാം. അതുകൊണ്ട് ദൈവം യോസേപ്പിനോട് കൂടെ ഇരുന്നത് പോലെ എൻ്റെ മകനോട് കൂടെ ഇരുന്നു ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ മക്കളെ പറയട്ടെ, ഹോസ്പിറ്റലിലെ മാനേജരാണ്. ഹല്ലേലൂയ സ്തോത്രം. നേഴ്സിംഗ് എല്ലാം പഠിച്ച് അല്ലെങ്കിൽ ഇന്ന് നല്ല ഒരു സ്തോത്രം ഉയർന്ന സ്ഥാനത്ത് എൻ്റെ പൈതൽ ആയിരിക്കുന്നു. കാരണം അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുകയല്ല, അവൻ രക്ഷയുടെ സന്തോഷത്തിലേക്ക് വരണം. അതാണ് ഞാൻ സന്തോഷിക്കുന്നത്. അവന് നന്മ കൊടുത്തത് ഒരു കാരണം ഞങ്ങൾ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചതുകൊണ്ട് എന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ പോയി എൻ്റെ തലമുറ കൈ നീട്ടുന്നത് കാണാതെ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, കുറച്ചു നാളത്തേക്ക് ഞാൻ അവനെ ഇങ്ങനെ വിടുക, അല്ലെങ്കിൽ എൻ്റെ സമയമാകുമ്പോൾ ഞാൻ അവനെ രക്ഷിച്ചു കൊണ്ടുവരും എന്ന് ദൈവം എന്നോട് സംസാരിക്കുവാനിടയായി. അതിന്റെ ഉറപ്പിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ ആര് നിന്ദിച്ചുവോ, ഞങ്ങളെ അന്ന് തള്ളിക്കളഞ്ഞവർ, വേണ്ടാന്ന് പറഞ്ഞവൾ എൻ്റെ മകനെ വിളിച്ചെന്ന് യാചിക്കുക, എടാ എനിക്ക് 10 രൂപ അല്ലെ എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് എൻ്റെ മകന്റെ നേരെ കൈ നീട്ടുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാര് എനിക്കൊന്നും തന്നില്ല. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ന്യായസ്തോത്രം ഈ ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ വർഷാച്ചാനും മരിച്ചു, കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോ അവർക്ക് ആരും നോക്കാനില്ലാതിരുന്നപ്പോ ഞങ്ങളെ തേടി വന്നു. ഞങ്ങളെ തേടി വന്ന് ഇപ്പോ സ്തോത്രം പിതാവ് മരിച്ചു പോയപ്പോ അമ്മ മാത്രമായി. അമ്മയെ നോക്കാൻ പലരും അമ്മയുടെ സ്തോത്രം ആൾക്കാർ കാണുമെന്ന് വിചാരിച്ചു. അവരൊക്കെ സ്വത്തുക്കൾ ആഗ്രഹിച്ചു വന്നു. അതൊന്നും കിട്ടാഞ്ഞത് കൊണ്ട് അവരെ ഉപേക്ഷിച്ച് അവര് പോയി. അതേ സ്തോത്രം ഇന്ന് അവരെ ആരും നോക്കാനില്ല. അങ്ങനെ വന്നപ്പം എൻ്റെ മകനെ തേടാൻ തുടങ്ങി, ഞങ്ങളെ തേടാൻ തുടങ്ങി. ഞങ്ങളുടെ നമ്പർ വാങ്ങിച്ച് ഹല്ലേലൂയ സ്തോത്രം എവിടുന്നോ നമ്പർ ഒപ്പിച്ച് ഹല്ലേലൂയ സ്തോത്രം അവര് മോനെ വിളിച്ചു. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ വരണം, അമ്മയെ നോക്കാൻ ആരുമില്ല, അമ്മയെ കൂടെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു. എന്തായാലും ഞങ്ങൾ പോയി. സ്തോത്രം ആ സ്വത്ത് എൻ്റെ മോന്റെ പേർക്ക് എഴുതി കൊടുക്കുവാനിടയായി. കാരണം അവരോർത്ത് അത് ഞങ്ങൾക്ക് ലഭിക്കത്തില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ച്. ഒരിക്കലും അത് ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. കാരണം അമ്മയുടെ അനിയത്തിയുടെ മക്കൾ അവരുടെ അടുത്ത് താമസിച്ചത് കൊണ്ട് അവരാണ് അവരെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത്, ഈ സ്തോത്രം നോക്കിക്കൊണ്ടിരുന്നത്. അവർ കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു. അത് കാരണം അവര് സ്വത്ത് കിട്ടത്തില്ലെന്ന് അറിഞ്ഞപ്പോ അമ്മയെ കളഞ്ഞേച്ച് അവര് പോയി. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ അവരെ കളഞ്ഞേച്ച് അവര് പോയി. അതുകൊണ്ട് അമ്മയെ നോക്കാൻ ആരുമില്ല. അമ്മ പ്രായമാണ്, 87 വയസ്സോളം ഉണ്ട്. അമ്മയെ നോക്കാൻ ആരുമില്ലാതെ വന്നപ്പോൾ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ ചെന്നു. എന്തായാലും സ്തോത്രം അത് മോന്റെ പേർക്ക് എഴുതി കൊടുക്കും. ഞങ്ങൾ 1 സെന്റ് ഭൂമി പോലും ഇല്ലാതെ ഉള്ളത് മറ്റുള്ളവർക്ക് കൊടുത്തേച്ച്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ എവിടെ താമസിക്കുക, എങ്ങനെയായി തീരുമെന്ന് ചിന്തിച്ചു. ഒരിക്കലും ഭർത്താവിന്റെ വീതം ആ സ്ഥലം ഒരു വീട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചതല്ല. അത് ഇപ്പൊ മോന്റെ കൂടെ അമ്മയുണ്ട് പൂനായില്. അവനെ അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അതുപോലെ തന്നെ എൻ്റെ മോന് തലമുറയില്ലായിരുന്നു. ദൈവം ഞങ്ങൾക്ക് ഒരു തലമുറയെ തന്നു. പ്രാർത്ഥിച്ച് ദൈവാലോചന പ്രകാരം പ്രാർത്ഥിച്ച് ഒരു ആൺകുഞ്ഞിനെ ദൈവം തന്നു. പക്ഷേ അവനെ ഞങ്ങൾക്ക് കയ്യിൽ കിട്ടിയില്ല. അത് സ്തോത്രം ഹല്ലേലൂയ കർത്താവ് തന്നു, ദൈവം എടുത്തു എന്ന് പറയാനേ പറ്റുള്ളൂ. ഒത്തിരി പ്രതികൂലങ്ങൾ അതിന്റെ നടുവിലുണ്ട്. അവൻ രക്ഷയുടെ സന്തോഷത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അവള് മാനസാന്തരപ്പെട്ടിട്ടില്ല. ആ ഒരു വിഷമത്തിൽ മാത്രമേ എനിക്കുള്ളൂ, ബാക്കി ഒന്നും ഇല്ല. പിന്നെ സ്വന്തമായിട്ട് ഹല്ലേലൂയ സ്തോത്രം ഒരു ഭവനം എനിക്ക് സ്വാതന്ത്ര്യത്തോടെ, ഇപ്പൊ മരുമകന്റെ വീട്ടിൽ, ബന്ധുക്കാരുടെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം കട്ടപ്പനയിലാണ് ഹസ്ബൻഡിന്റെ വീട്. അവിടെയാണ് ഈ സ്ഥലം കിടക്കുന്നത്. അതൊരു മലയുടെ ഭാഗത്താണ്. എങ്കിലും അത് കുറച്ച് സ്ഥലമുണ്ടെങ്കിലും അവിടെ പോയി താമസിക്കാനൊന്നും ഒക്കത്തില്ല. അത് മരുമോളും മോന്റെയും പേരിലാണ്. കാരണം എനിക്ക് പാർക്കുവാൻ അവിടെ സ്തോത്രം ഇപ്പോഴത്തെ നമുക്കറിയാമല്ലോ, പെന്തക്കോസ്തിന്റെ അനുഭവമാണെങ്കിലും കൂടുതൽ പ്രാർത്ഥിക്കുകയോ കൂടുതൽ ആരാധനയ്ക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്നത് പലർക്കും ഇഷ്ടമില്ലല്ലോ. ഒരു പൊത്തുവരുത്ത പ്രാർത്ഥനയിലാണല്ലോ ഇപ്പൊ എല്ലാരും നിൽക്കുന്നത്. അല്ലെങ്കിൽ വൈകിട്ടത്തെ ഒരു ആരാധന കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇന്ന് പെന്തക്കോസ് ലോകം പോകുക. കാരണം നമുക്കറിയാം, കൂടുതൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ പിന്നെ അവര് പറയും, അല്ലെങ്കിൽ സ്തോത്രം ഇത്രയും പ്രാർത്ഥിക്കണോ, ഇത്രയും ആരാധിക്കണോ, ഇങ്ങനെ വേണോ എന്നൊക്കെ ചോദിച്ച് പല ചോദ്യങ്ങളാ. ഇപ്പം മരുമകന്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അവരുടെ സ്തോത്രം എനിക്കത് വളരെ ഭാരമാണ്. അല്ലെങ്കിൽ വേണ്ടതുപോലെ എനിക്കൊന്ന് പ്രാർത്ഥിക്കുവാനോ വേണ്ടതുപോലെ ശുശ്രൂഷയിൽ ഇറങ്ങിപ്പോവാനോ ഒന്നും കഴിയാതെ ആയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. പിന്നെ എൻ്റെ 2 കൊച്ചുമക്കളുണ്ട്, ഹന്ന, മന്ന. നന്നായി പാടുന്നവരാണ്. ആ കർത്താവിന്റെ സന്നിധിയിൽ അവർ നന്നായി സൺഡേ സ്കൂളിനും YP-ക്കൊക്കെ സമ്മാനങ്ങൾ വാങ്ങിച്ച് സ്തോത്രം ഇഷ്ടം പോലെ കൂട്ടുന്നുണ്ട്. സ്തോത്രം അതുപോലെ തന്നെ എൻ്റെ മോള് സ്തോത്രം YP-യുടെ ഒക്കെ നല്ലൊരു സ്ഥാനം വഹിക്കുന്നവളായിരുന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ ആത്മീയമായി അവരെങ്ങനെ പോകുന്നു. മൂത്ത മോള് ഹന്ന, അവള് സ്തോത്രം ഇത് +2 കഴിഞ്ഞിട്ട് ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് ഇപ്പൊ നിൽക്കുന്നു. ഇളയ അവള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവിൽ ആയിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അത് മാത്രമേ ലോകത്തിൽ ആഗ്രഹമുള്ളൂ. മക്കൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. എനിക്ക് എടുക്കുവാൻ കഴിയാത്തത്, എനിക്ക് ചെയ്യുവാൻ കഴിയാത്തത് കർത്താവിന്റെ വേല ചെയ്യുന്നത് കാണുവാനായി എൻ്റെ ആഗ്രഹം. എനിക്ക് ഇതുവരെയും കർത്താവിന് വേണ്ടി ഒന്ന് ജീവിപ്പാൻ കഴിഞ്ഞിട്ടില്ല, കർത്താവിന് വേണ്ടി ഒന്ന് നിൽക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ സ്തോത്രമായി 2019 സ്തോത്രം നമ്മുടെ കോവിഡ് കാലത്ത് ഞങ്ങൾ ചില പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ തുടങ്ങിയിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതിനകത്ത് സ്തോത്രം പല ജില്ലകളിൽ നിന്ന് കാഴ്ചയില്ലാത്തവര്, കിടക്കയിൽ പക്ഷപാത രോഗികള്, അങ്ങനെ ഒത്തിരി മാനസികമായി തകർന്ന ചില സഹോദരന്മാരെ ഒക്കെ ഞങ്ങൾക്ക് കൂട്ടി അല്ലെങ്കിൽ തരുവാനിടയായി. അതിന്റെ ലീഡറായിട്ട് ഇപ്പൊ ഞാൻ ആയിരിക്കുന്നു. അത് വഹിച്ചു കൊണ്ടുപോകുവാൻ ഒരു യോഗ്യ, എനിക്ക് വിദ്യാഭ്യാസമില്ല ദൈവമക്കളെ. ഹല്ലേലൂയ സ്തോത്രം. വചനം സ്തോത്രം പറയുവാനും ഹല്ലേലൂയ സ്തോത്രം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അല്ലെങ്കിൽ ഒക്കെ ദൈവം അത്ഭുതം ചെയ്യുന്നുണ്ട്. ചില കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരം അവിടെ ചലിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു 15 വർഷം
ഹല്ലേലൂയ സ്തോത്രം ഉറക്ക ഗുളിക കഴിച്ച് നടന്ന ഒരു സഹോദരിയെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിലമ്പൂർ വന്നപ്പോൾ കാണുവാനിടയായി. അത് സ്തോത്രം 15 വർഷം കൊണ്ട് അല്ലെങ്കിൽ മെന്റലിന് ആ സ്തോത്രം ഗുളിക കഴിക്കുക, സ്വസ്ഥതയില്ല, സമാധാനമില്ല. അതെന്റെ കണ്ണിന് മുൻപിൽ കടന്നു വന്നു. അതിനോട് സുവിശേഷം പറഞ്ഞു, അതിന് യേശുവിനെ പകർന്നു കൊടുത്തു. അതിന്ന് സന്തോഷത്തോടെ ആ സ്തോത്രം ആ ദൈവത്തെ ആരാധിക്കുന്നു. അതിനും ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ആ മെന്റലിൽ സെല്ലിൽ അടച്ചിരുന്ന ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു പൈതല് അവരുടെ കുടുംബജീവിതം തകർന്നു പോയതാണ്. അത് ഇപ്പോഴും ഈ മെന്റലിന് ഗുളിക കഴിച്ച് അത് വല്ലാതെ വയലന്റ് ആകുമ്പോൾ സ്തോത്രം എല്ലാ സാധനവും വീട്ടിലുള്ളതെല്ലാം എടുത്തെറിഞ്ഞു കളയുക. അങ്ങനെ ആ സഹോദരി എന്റെ നമ്പർ കൊടുത്തിട്ട് അങ്ങനെ വിളിക്കുവാൻ തുടങ്ങി. ദൈവമക്കളെ, ഞാൻ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. എന്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. ഈ ജനത്തിന്റെ നടുവില് ദൈവം എന്നെ മാനിക്കുന്നത് ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്റെ ദൈവം എന്നെ കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യുവാനാണ് എനിക്ക് 62 വയസ്സായി. ഹല്ലേലൂയ സ്തോത്രം. കാലേബ് പറഞ്ഞതുപോലെ അന്നത്തെ 40 വയസ്സിലെ ഹല്ലേലൂയ അഭിഷേകത്താൽ ഈ നാളുകൾ നിറഞ്ഞു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം എന്നെ എവിടെയൊക്കെ അയക്കുന്നുവോ അവിടെയൊക്കെ കടന്നുപോയി എനിക്ക് കഴിയുന്ന അനുസരിച്ച് സുവിശേഷം പറയുക. നമുക്ക് ഒരു കാര്യം, ഈ എല്ലാ പ്രതികൂലങ്ങളും എനിക്ക് ഇപ്പോഴും പ്രതികൂലമാ. എൻ്റെ മക്കളെ എനിക്കെതിരെ തിരിച്ചിരിക്കുക. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ആരാധനയ്ക്ക് പോകുന്നു, വീട്ടിൽ സ്തോത്രം ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ ഉറച്ച് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ എപ്പോഴും അങ്ങ് പ്രാർത്ഥനയാ. രാത്രി 12 മണിക്കൊക്കെ എന്നെ ആൾക്കാർ വിളിക്കും പ്രാർത്ഥനയ്ക്ക്. സ്തോത്രം. വല്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഏൽപ്പിച്ചിരിക്കുക. ഞാൻ രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. അന്നേരം പ്രാർത്ഥനയ്ക്ക് എന്നെ വിളിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കുവാൻ ഒക്കുമോ? ഈ പ്രാർത്ഥനയിലൊക്കെ അതിന് തടസ്സം നിന്നുകൊണ്ട് മക്കളെ കരങ്ങളിൽ എടുത്തിട്ട് അവര് സ്തോത്രം പ്രാർത്ഥിക്കുന്നത്, അതൊന്നും ഒത്തിരി ഒന്നും പ്രാർത്ഥന വേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ മോൻ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് 8 മാസത്തോളമായി. ഹല്ലേലൂയ സ്തോത്രം. സ്തോത്രം. വിളിക്കുകയോ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്യുന്നില്ല. എനിക്കതിലൊന്നും ഒരു ഭാരമില്ല. കാരണം ഞാൻ വിളിച്ച ദൈവം വിശ്വസ്തനാ. എൻ്റെ കുടുംബം മുഴുവനും എനിക്ക് അനുകൂലമായി തന്നതാ. എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് അനുകൂലമായി തന്നതാ. ഈ 62 വയസ്സ് വരെ വിശ്വാസ ജീവിതത്തിൽ എന്നെ നിർത്തിയ ദൈവത്തിന് ഇനി എന്നെ നിർത്തുവാൻ കഴിയത്തില്ലയോ? കഴിയും. സ്തോത്രം. എന്നെ നടത്തുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് ഹല്ലേലൂയ സ്തോത്രം സാമ്പത്തികമായി ഒത്തിരി ഞാൻ ആരോടും ഒന്നും ചോദിക്കാറില്ല. പക്ഷേ എന്നെ എൻ്റെ ദൈവം നടത്തുന്നു. എന്നെ പോറ്റുന്ന ദൈവം എനിക്കൊന്നിനും കുറവ് വരുത്തുന്നില്ല. എനിക്ക് ആവശ്യമുള്ളതൊക്കെ നൽകി തന്ന് എന്നെ നടത്തുന്നുണ്ട്. അത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല ദൈവമക്കളെ. എൻ്റെ മക്കളോട് ഞാൻ ചോദിക്കാറില്ല. എൻ്റെ മക്കളോട് നേരത്തേക്ക് താന്ന് പറയാൻ ഞാൻ ചോദിക്കാറില്ല. എങ്കിലും അവരുടെയൊക്കെ മുൻപിൽ അവർക്ക് അങ്ങോട്ട് കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിക്കും എന്നുള്ള വിശ്വാസവും പ്രാർത്ഥനയും എനിക്കുള്ളൂ. എങ്ങനായാലും എൻ്റെ മോൻ വിശ്വാസത്തിൽ വരണം. അവൻ കർത്താവിന്റെ വേല ചെയ്യണം. അവനെ സ്തോത്രം. ഹല്ലേലൂയ. അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എത്ര നാൾ ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നുവോ അത്ര കാലവും ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കും. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സാക്ഷ്യം പറയും. ഞാൻ അനേകർക്ക് സ്തോത്രം എന്നെ അയക്കുന്നിടങ്ങളിൽ പോയി ഞാൻ കർത്താവിന്റെ സുവിശേഷം പറയും. എനിക്കതാ താല്പര്യം. എനിക്ക് സുവിശേഷം പറയണം, യേശുവിനെ ഉയർത്തണം. എനിക്ക് യേശു അല്ലാതെ മറ്റൊന്നും എനിക്ക് ഈ ഭൂമിയിൽ ആഗ്രഹമില്ല. ഹല്ലേലൂയ. സകലതും വിട്ട് കർത്താവിന് ഇനി ആരെ പ്രസാദിപ്പിക്കാനാ? ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് ആ ദൈവത്തെ മാത്രമല്ലേ പ്രസാദിപ്പിക്കാനുള്ളൂ. അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവജനത്തിന്റെ പ്രാർത്ഥന, അനേക ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ഗ്രൂപ്പ് 4 വർഷം കൊണ്ട് ആ ഗ്രൂപ്പ് നന്നായി പോകുന്നുണ്ട്. അനേക ദൈവമക്കൾ വിടുതൽ പ്രാപിച്ച് ഇപ്പോൾ ഇതിനകത്ത് പ്രാർത്ഥിക്കാനുണ്ട്. അതിന്റെ ഒരു ലീഡറായിട്ട് ദൈവം എന്നെ, അതിനൊന്നും എനിക്ക് യോഗ്യതയില്ല. ഇത്രയും ജനത്തെ നയിപ്പാനൊന്നുമുള്ള കഴിവ്, വിദ്യാഭ്യാസമോ ഒന്നുമില്ല എനിക്ക്. എങ്കിലും കർത്താവ് എന്നെ മാനിക്കുന്നത് ഓർത്ത്, അതുപോലെ തന്നെ എൻ്റെ കൊച്ചുമകൾ ഹല്ലേലൂയ സ്തോത്രം ചെറുപ്പം മുതലേ ശ്വാസം മുട്ടലിനാൽ ഭാരപ്പെടുമായിരുന്നു. സ്തോത്രം അവളുടെ ചെറുപ്പം മുതലേ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ശ്വാസം മുട്ടി നിൽക്കുന്ന കണ്ടാൽ നമുക്ക് വളരെ ഭാരം തോന്നും. എനിക്ക് ദൈവം എന്ന് കൃപ തന്നു, അന്ന് അവിടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചതാണ്. സ്തോത്രം. അതിപ്പിന് ഇന്ന് വരെ അവൾക്ക് ഹല്ലേലൂയ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ദൈവം അവളെ സൗഖ്യമാക്കി. ഇതൊക്കെ കണ്ട കുഞ്ഞുങ്ങളാണ് പലപ്പോഴും നമുക്കെതിരെ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ അബ്ശലോമിന് മുതൽ സ്തോത്രം ദാവീദ് സ്തോത്രം ഭാരപ്പെട്ടതുപോലെ അബ്ശലോമിനെ പേടിച്ച് ദാവീദ് ഓടിപ്പോയെന്ന് പറഞ്ഞ പോലുള്ള ഈ
സാഹചര്യങ്ങൾ ചിലപ്പോഴൊക്കെ എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ എന്ന് പോലും. ഇതൊന്നും എന്നെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളല്ല. അല്ലെങ്കിൽ ഇതൊന്നും എന്നെ തോൽപ്പിക്കുന്നതല്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത് കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവമോ ആപത്തോ വാളോ ഇതിനൊന്നും എന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് മാറ്റുവാൻ കഴിയത്തില്ല. ദൈവമക്കളെ, നാം വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നെങ്കിൽ, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണും. ഹല്ലേലൂയ സ്തോത്രം. വചനം തന്നെ ബലപ്പെടുത്തും. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി ആ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന ദൈവമാ. നമ്മുടെ സ്തോത്രം പാപപരിഹാരത്തിന് വേണ്ടി ആ 33.5 തിരുവയസ്സിലെ രക്തം നമുക്ക് തന്ന് വീണ്ടെടുത്ത് നമ്മളെ മക്കളാക്കി വെച്ചിരിക്കുന്നെങ്കിൽ അവൻ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം കഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കുമോ? സ്വന്തം മക്കളെ ഒരിക്കലും ഒരു പിതാക്കന്മാർ ഉപദ്രവിക്കുകയോ അവരെ സങ്കടപ്പെടുത്തുകയോ ചെയ്യത്തില്ല. അങ്ങനെയെങ്കിൽ ആത്മാക്കളുടേവനായ ദൈവം നമ്മെ ഹല്ലേലൂയ കൈവിടുമോ? ഒരിക്കലും കൈവിടത്തില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിരിക്കുക. കർത്താവ് ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്റെ ഭക്തന്മാരെ ദൈവം സൂക്ഷിക്കും. അവർക്കൊരു നന്മയ്ക്കും കുറവ് വരുത്തത്തില്ല. അവരേത് അപകട സ്ഥാനത്തൂടി കടന്നുപോയാലും ദൈവത്തിന് സ്തോത്രം അവരെ പോറ്റുവാൻ ദൈവ ശക്തനാണെന്ന് അനുഭവത്തിലൂടെയാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും ആഹാരമില്ലാതെ ഞാൻ ഭാരപ്പെട്ടിട്ടുണ്ട്. വസ്ത്രമില്ല, ഒരു സാരി ഉടുത്തുകൊണ്ട് ഞാൻ ഈ ആരാധനയ്ക്ക് പോയ നിമിഷങ്ങളുണ്ട്. ഇപ്പൊ എത്ര സാരി ഏതുടുക്കണം എന്നറിയത്തില്ല. ഒത്തിരി ഒന്നും ഞാൻ വാരിക്കൂട്ടി വെക്കത്തില്ല. അത് സ്വതം ഒത്തിരി ആയി കഴിയുമ്പോൾ ആൾക്കെങ്കിലും കൊടുക്കുവാൻ ദൈവം എനിക്ക് സഹായിക്കും. കാരണം സൂത്രം ഒത്തിരി ഒന്നും എനിക്ക് ഇഷ്ടമില്ല. ഹല്ലേലൂയ സ്തോത്രം. അത് ഇല്ലാത്തതെന്ന് കണ്ടാൽ അവർക്ക് എത്തിക്കുവാൻ ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഞാൻ അതിന് ും. അതുകൊണ്ട് സ്തോത്രം, എന്നെ പോലെ കഷ്ടം സഹിക്കുന്നവരെ താങ്ങുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആര് ദുഃഖം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വളരെ ആഗ്രഹിച്ചതാണ് അല്ലെങ്കിൽ സഹോദരിമാരെ ആരുമില്ലാത്തവരെ ചേർത്ത് പിടിക്കാൻ എനിക്കൊരു ഭവനം ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ചേർത്ത് പിടിക്കും. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ സ്തോത്രം, എന്റെ മോടെ കൂടെ പഠിച്ച ഒരു കുഞ്ഞ് അല്ലെങ്കിൽ സ്തോത്രം സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നതാണ്. അവൾക്ക് ഹാർട്ടിന് സ്തോത്രം വാൽവിന് കുഴപ്പമായിരുന്നു. അത് സ്തോത്രം ചെറുപ്പം മുതലേ. എന്നാൽ വിശ്വാസ ജീവിതത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ നിർത്തി വിശ്വാസത്തിൽ കൊണ്ടുവന്ന് സഭയിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് ആരാധിച്ച് സ്തോത്രം അവൾ ഒരു ദൈവ പൈതലായി. അല്ലെങ്കിൽ ഒരിക്കലും ഒരു വിവാഹം നടക്കത്തില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ സ്തോത്രം അവൾക്കൊരു കാരണം ഹാർട്ടിന് പ്രശ്നമുള്ളവർക്ക് മക്കൾ ഉണ്ടാകുവാനോ വിവാഹം കഴിക്കാനോ ഒക്കത്തില്ല ഡോക്ടർ പറഞ്ഞതാ. പക്ഷേ അവൾ വിവാഹിതയായി 2 കുഞ്ഞുങ്ങളായി. എന്നാൽ കഴിഞ്ഞ സ്തോത്ര വർഷം അല്ലെങ്കിൽ സ്തോത്രം നവംബറിൽ അവിടെ ഈ ലോകത്തോട് മാറ്റപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അവിടെ 2 കുഞ്ഞുങ്ങളുണ്ട്, അലനും അലീനയും. ഹല്ലേലൂയ സ്തോത്രം. അതുങ്ങള് ഒന്ന് +2 പഠിക്കുന്നു, ഒരാള് 8-ലാണെന്ന് തോന്നുന്നു. അവള് മാത്രം ആ വിശ്വാസ ജീവിതത്തിൽ വന്നു. അവിടെ വിശ്വാസം അവസാനം വരെയും അങ്ങനെ പിടിച്ചു നിൽക്കുവാനിടയായി. അങ്ങനെ ചില കുഞ്ഞുങ്ങളെ എനിക്ക് വിശ്വാസ ജീവിതത്തിൽ കൊണ്ടുവരുവാനിടയായിട്ടുണ്ട്. ആ സ്തോത്രം. അവളെപ്പോഴും എന്നെ മക്കൾ വിളിക്കുന്ന പോലെ മമ്മി എന്നാ വിളിക്കുന്നത്. അല്ലെങ്കിൽ സ്തോത്രം ഏതൊരു വിഷയത്തിനും എന്നെ വിളിക്കാറും പ്രാർത്ഥിക്കാറും ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി. അങ്ങനെ പല കുഞ്ഞുങ്ങളെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഞാൻ സ്തോത്രം അവരെ വിശ്വാസ ജീവിതത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. അല്ലെങ്കിൽ സ്തോത്രം ഒന്നുമില്ലാത്തവരുടെ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് അവർക്ക് നന്മയുണ്ടായ അനുഭവങ്ങൾ. എന്നാൽ അതിൽ യോസേപ്പിനെ പാനപാത്രവാദകൻ മറന്നുപോയെന്ന് പറഞ്ഞ പോലെ ഇവരൊക്കെ നമ്മളെ മറന്നുപോയി. കാരണം ഇവരാരും നമ്മളെ ഓർക്കുന്നില്ല. അല്ലെങ്കിൽ സ്തോത്രം അവരൊക്കെ നമ്മളെ അങ്ങ് മറക്കും. കർത്താവ് നമ്മളെ ഒരു മുഖാന്തരമാക്കുന്നതേ ഉള്ളൂ. കാരണം എത്തിപ്പോലെ സണ്ണന്റെ അടുത്തേക്ക് പീലിപ്പോസിനെ അയച്ചുവെങ്കിലെ കാര്യം കഴിഞ്ഞപ്പോൾ പീലിപ്പോസിനെ ദൈവം എടുത്തോണ്ട് പോയി. ഹല്ലേലൂയ സ്തോത്രം. അവിടെ പിന്നെ പീലിപ്പോസിനെ കണ്ടില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരു വാഹനം വന്നു മാത്രമേ ഉള്ളൂ. ദൈവം ഉപയോഗിക്കുന്നു, അത് ദൈവനാമ മഹത്വത്തിനായിട്ട് തീരട്ടെ. അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇനിയുള്ള കാലങ്ങളിലും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത്. ചേർത്ത് പിടിക്കുവാൻ എനിക്ക് ഭവനമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചേർത്ത് പിടിക്കുമായിരുന്നു. ഹല്ലേലൂയ. ചേർത്ത് പിടിച്ചിട്ടുണ്ടല്ലോ. വാടകയ്ക്ക് താമസിക്കുമ്പോഴും ചേർത്ത് പിടിച്ച നിമിഷങ്ങളുണ്ട്. ദൈവസ്തോത്രമെങ്കിലും ഇതിലൊന്നും എൻ്റെ കർത്താവിൽ നിന്ന് എന്നെ അകറ്റുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഞാൻ എൻ്റെ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ഹല്ലേലൂയ ഉറച്ചിരിക്കുകയാണ്. ദൈവമക്കളുടെയും ദൈവദാസന്റെയും പ്രാർത്ഥന എനിക്ക് വളരെ കോട്ട ആയിരിക്കണം. കാരണം അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടോ നമ്മുടെ ജീവിതം കൊണ്ടോ പഥ്യമായ ജീവിതം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഇതുകൊണ്ടോ ഒന്നുമല്ല. ദൈവത്തിന്റെ സ്നേഹവും അനേകരുടെ പ്രാർത്ഥന. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ തളർന്ന് വീണ് കിടന്നുറങ്ങുമ്പോ എന്നെ ഓർത്ത് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന എത്രയോ ദൈവമക്കൾ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ കാണും. ഇപ്പോൾ സ്തോത്രം ചെയ്യുന്നു. അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ്. ഏതായാലും ലോകത്തിലെ എല്ലാ ദൈവമക്കളെ ഓർത്ത് എല്ലാ ദൈവദാസന്മാരും പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ആ കൂട്ടത്തിൽ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കും. അങ്ങനെയാണല്ലോ ഞാനും വിശ്വാസത്തിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് ഞാൻ സ്തോത്രം സഭയിലും സിലോൺ ബന്ധ
പെന്തക്കോസിന്റെ ആരാധനയിലാണ്, അതൊരു കാഴ്ചപ്പാടിന്റെ മുൻപിൽ പോയതാ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ അവിടെ നിൽക്കുന്നു വർഷങ്ങളായി. എങ്കിലും ഞാൻ അവരുടെ ഇതിൽ അത് പറഞ്ഞാലും ഞാൻ വെളിയിലൊക്കെ പോയി സ്തോത്രം സുവിശേഷം പറയുകയും പ്രാർത്ഥിക്കാൻ പോവുകയും ആരാധനയ്ക്ക് പോവുകയും ഒക്കെ ഞാൻ ചെയ്യും. അതിനകത്ത് ഞാൻ ഒതുങ്ങിക്കൂടത്തില്ല. കാരണം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. ദൈവം നമ്മെ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒതുക്കി കൂട്ടുവാനല്ല, സ്തോത്രം വെക്കാനല്ല. നമ്മെ ഏൽപ്പിച്ചത് നമ്മൾ വിശ്വസ്തരായി അത് ചെയ്താൽ ദൈവം നമ്മെ മാനിപ്പാൻ ശക്തനാ. നമ്മളെ സ്തോത്രം ഹല്ലേലൂയ. അത് ഞാൻ എൻ്റെ വിശ്വാസത്തിലും എൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിരിക്കുക. അതുകൊണ്ട് ആർക്കും എന്നെ ഒതുക്കി വെച്ച് സ്തോത്രം അവിടെ മാത്രമേ നിൽക്കാവൂ എന്ന് പറയാൻ ഞാൻ അനുവദിക്കത്തില്ല. കാരണം എന്നെ ഏൽപ്പിച്ചത് എനിക്ക് പറയണം. എത്രയോ ജീവിതങ്ങളാ സ്തോത്രം നാശത്തിൽ കിടക്കുന്നത്. എത്രയോ ജീവിതങ്ങളെ രാത്രിയിലൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എല്ലാവരെയും ഓർക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. കരയുവാൻ അല്ലെങ്കിൽ ഈ നാളുകളിൽ പിന്നെയും ദൈവത്തോട് കൃപ ചോദിച്ചു. കഴിഞ്ഞ 21 ദിവസം ഒരു നേരം കഴിച്ച് ഉപവസിച്ച് ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് അത് തീർന്നത്. ദൈവത്തിന് സ്തോത്രം. അത് എൻ്റെ ഭൗതിക വിഷയത്തിന് വേണ്ടിയല്ല. എനിക്ക് വീടില്ല. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ മക്കളുടെ വിഷയത്തിനൊന്നും അല്ല ഞാൻ ഈ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിങ്കൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ നഷ്ടപ്പെട്ടു പോയ ചിലതുണ്ട്. അത് പ്രാപിച്ചെടുക്കണം. യേശുവിനെ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തണം. ഹല്ലേലൂയ സ്തോത്രം. എന്നിൽ ദൈവം വസിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്നത്. പിന്നെ എന്നിൽ ചില ആടുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ വിടുതലിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അനേകരുടെ വിടുതൽ കണ്ട് സന്തോഷിപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. കഷ്ടതയിലായിരിക്കുന്നവർ, കടഭാരങ്ങൾ, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവർ, കിടപ്പ് രോഗികളായിരിക്കുന്നവർ ഒക്കെ ഒത്തിരി സഹോദരിമാരെ അവരുടെ കഷ്ടതയിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ, ഒരു വാക്കുകൊണ്ട് നമുക്ക് അവരെ ആശ്വസിപ്പിക്കുവാൻ കഴിഞ്ഞെങ്കിൽ അതിനപ്പുറം സന്തോഷം എന്താ ദൈവമക്കളെ നമുക്കുള്ളത്. ഹല്ലേലൂയ. നമ്മൾ കൊടുക്കുന്നതിലോ വാങ്ങുന്നതിലോ ഒന്നുമല്ല. നമ്മുടെ മുൻപിൽ വരുന്ന ഒരു വ്യക്തിക്ക് ഒരു വാക്കുകൊണ്ട് നാം ഒന്ന് ആശ്വസിപ്പിച്ചാൽ, അവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമുക്കതിന് പ്രതിഫലം തരാതിരിക്കുമോ? നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കാതിരിക്കുമോ? അല്ലെങ്കിൽ ഒരിക്കലും അനുഗ്രഹിക്കാതിരിക്കത്തില്ല. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരെ നാം ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുവാൻ ദൈവശക്തന. അതുപോലെ ഞാൻ പറയട്ടെ, മക്കളെ ഓർത്ത് ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ഭാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഭാരപ്പെടരുത്. അവരെ എങ്ങനെ വളർത്തും, അവരുടെ ഭാവി എന്തുവായി തീരുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം മക്കളെ തന്നത് ദൈവമാ. അവരെ പോറ്റുമ്പോൾ നമുക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. മോശയെ കുറിച്ച് നമുക്കറിയാം. മോശ വളർന്ന അവസ്ഥ നമുക്കറിയാം. പക്ഷെ മോശയെ ഒതുക്കി വെക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല, ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവം വിടുവിക്കേണ്ട സമയങ്ങളിൽ ദൈവം വിടുവിക്കും. ഹല്ലേലൂയ സ്തോത്രം. ദൈവം സഹായിക്കേണ്ട രീതിയിൽ ദൈവം സഹായിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ മക്കളെ എങ്ങനെയായി തീരുമെന്ന് ഞാൻ ചിന്തിച്ച മണ്ഡലങ്ങളുണ്ട്. എൻ്റെ മോൻ ഒരുപക്ഷെ ഒരു തല്ലിപ്പൊളിയായോ, ഒരു സ്തോത്രം മദ്യപാനിയായോ, അല്ലെങ്കിൽ സ്തോത്രം ഏതെങ്കിലും തരത്തിൽ ജയിലിലോ വല്ലതും കഴിയേണ്ട അവസ്ഥ എൻ്റെ മകനുണ്ടായിരുന്നു. കാരണം ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ അവസ്ഥ നമുക്കറിയാമല്ലോ. പക്ഷെ അവിടെ എങ്ങും ആകാതെ കരയുന്നവന്റെ മക്കളെ ഒരിക്കലും ദൈവം തള്ളിക്കളയത്തില്ല. കാരണം അവൻ എത്താത്തടുത്ത സ്ഥാനത്ത് കൊണ്ടെത്തിക്കുവാൻ 1 രൂപ പോലും ഞാൻ മുടക്കില്ല അവനെ നേഴ്സിംഗ് പഠിപ്പിക്കാൻ, അല്ലെ അവനെ ആ സ്ഥാനത്ത് കൊണ്ടുവരാൻ എൻ്റെ ഒരു കാശ് പോലും എൻ്റെ ചെലവായെന്ന് പറയാൻ എൻ്റെ കണ്ണുനീര് മാത്രമേ ഞാൻ ദിവസത്തിൽ കൊടുത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് അവന് ആരുടെ മുമ്പിൽ കൈനീട്ടാതെ ഒരു ഹോസ്പിറ്റലിന്റെ മാനേജരായി അങ്ങനെ അവൻ വർക്ക് ചെയ്യുന്നു. അവിടെ സ്തോത്ര ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ കൂടെ ഹല്ലേലൂയ ഐസിയുയിലും ഓപ്പറേഷത്തിലും എല്ലാം അവനും പങ്കുചേർന്ന് ഹല്ലേലൂയ സ്തോത്രം 2 പേരും അവിടെ വലിയ സ്തോത്രമായിരിക്കുന്നു. ഞങ്ങൾക്ക് ദൈവം ഭൗതികമായ നന്മയൊക്കെ എൻ്റെ മകന് കൊടുത്തിട്ടുണ്ട്. വാഹനം 2 എണ്ണം, അങ്ങനെ ഒന്നും ഞാൻ അതുകൊണ്ട് ഉണ്ടെന്ന് ഞാൻ പറയുവല്ല, അതൊന്നും ചിന്തിക്കരുത്. ദൈവം നടത്തിയ വിധങ്ങൾ പറയുക. ഒന്നും ഉണ്ടായിരുന്നില്ല, ശൂന്യതയുടെ നടുവിൽ എങ്ങനെ മുമ്പോട്ട് പോകും, എങ്ങനെയായി തീരും, ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യും, എവിടോട്ട് പോകുമെന്ന് ചിന്തിച്ച മണ്ഡലത്തിൽ ദൈവം ഉയർത്തിയ വിധങ്ങളാണ് ഞാൻ പറഞ്ഞത്. കരയുന്നവന്റെ ഹാഗർ മരുഭൂമിയിൽ കരഞ്ഞപ്പോ ഹല്ലേലൂയ സ്തോത്രം ഹാഗറിന്റെ കണ്ണുനീർ കണ്ട് അല്ലെങ്കിൽ ഇസ്മായേലിനെ അനുഗ്രഹിച്ച് ആ അനുഗ്രഹം കൊണ്ടെന്ന് എത്ര പേരാ ദൈവമക്കളെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണുനീർ കണ്ടിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാതിരിക്കത്തില്ല. പിന്നെ ആരുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കേണ്ടത്? അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലാതെ. അല്ലെങ്കിൽ അവരെവിടെ പോയാലും അവരെ മടക്കി കൊണ്ടുവന്ന് ദൈവത്തിന് വേണ്ടി നിർത്തുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അല്ലെങ്കിൽ അതുകൊണ്ട് ദൈവദാസനും അല്ലെങ്കിൽ സ്തോത്രം ദൈവമക്കളും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം ഒരുക്കി
തന്ന അല്ലെങ്കിൽ ആരോമ സ്വത്രം ടിവിയോടും പ്രേക്ഷകരോടും കർത്താവിന്റെ ദാസനോടും ഞാൻ എൻ്റെ നന്ദിയെ സ്നേഹവും അറിയിക്കുകയാണ്. ദാസനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. എനിക്ക് ഇങ്ങനെ ഒരു അവസരം, ഞാൻ ആദ്യം സംശയിച്ചു, അല്ലെങ്കിൽ സ്തോത്രം എങ്ങനെയായിരിക്കും, എനിക്ക് കിട്ടുമോ, അതിനുള്ള ഇതൊക്കെ ലഭിക്കുമോ എന്നൊക്കെ ചില സംശയങ്ങളൊക്കെ ഞാൻ ദേവദാസനോട് മറ്റേ ദിവ്യ വിളിച്ചു ചോദിച്ചു. കാരണം എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. കാരണം ഇന്നത്തെ കാലം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ച, കാരണം നമുക്ക് പണമില്ല, സാമ്പത്തികമില്ല, മറ്റൊരു കഴിവും നമുക്കില്ല. അതുകൊണ്ട് ചിലരൊക്കെ സ്ഥാനവും മാനങ്ങളും ഒക്കെ നോക്കി ഓരോ കഴിവ് കൊടുക്കുന്നതൊക്കെ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് പറയുക. ഞാനൊരു ദൈവദാസന്റെ അടുക്ക പ്രാർത്ഥിക്കാൻ ചെന്നിട്ട് ഒരു വാക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. കാരണം അന്ന് തകർന്ന ഭർത്താവ് നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു പ്രവാചകന്റെ അടുക്കൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാതെ എന്നെ പറഞ്ഞു വിട്ട നിമിഷം എന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഒരാൾ എനിക്ക് നമ്പർ തന്ന ആ പുള്ളിയുടെ വായിന്ന് വന്ന വാക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ അതുകൊണ്ടൊക്കെ ഒത്തിരി അനുഭവങ്ങൾ ദൈവദാസന്മാരിൽ നിന്ന് എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ദൈവമക്കൾ അതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതുകൊണ്ട് പലതിലും ഇപ്പൊ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പോകാറില്ല. അതുകൊണ്ടാണ് ഞാൻ ദൈവകൃപ ദൈവത്തോട് കരഞ്ഞ് വീണ് കിടന്ന് ചോദിച്ച് വാങ്ങിച്ചത്. കാരണം അല്ലെങ്കിൽ അവരുടെയൊക്കെ മുൻപിൽ പോയിരിക്കുമ്പോ നമ്മൾ സ്തോത്രം ഒന്നുമില്ലാത്തവരാ. അത് കാരണം ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഇനിയും പോകത്തില്ല, എനിക്ക് പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് കൃപ തരണം. ഞാൻ അങ്ങനെ അങ്ങ് വീണ് ദൈവത്തോട് ഞാൻ വീണ് കിടന്ന് അതങ്ങ് ദൈവം എന്റെ മേലെ അതങ്ങ് തന്നു. പുകഴുവല്ല, കാരണം ദൈവത്തോട് അത് ചോദിച്ചാൽ ദൈവം തരും. ദൈവം പറഞ്ഞു, ഞാൻ ചെയ്തതിൽ നിങ്ങൾ അധികം ചെയ്യും. എങ്കിൽ പിന്നെന്നാ, എല്ലാത്തിന്റെയും മുകളിൽ വാഴുവാൻ ആ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നെങ്കിൽ ആ ദൈവം ചെയ്തതിലും അധികം നാം ചെയ്യുമെന്ന് സഹോദരനോ സഹോദരിയെന്നോ ഉണ്ടോ? ഇല്ല. ദൈവം ആരിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയാ. ആ ശക്തിയാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞാൽ ചെയ്യും. ആ വിശ്വാസത്തോടെ അത് ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. വീണ്ടും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാനും ഈ ചാനലിനെ ഓർത്ത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഇത്രയും സമയം തന്ന എല്ലാവർക്കുള്ള നന്ദി കരയറ്റിക്കൊണ്ട് ഞാൻ ഇരിക്കും. ദൈവം വളരെ അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം പറയുവാൻ പ്രിയ ആൻറ്റിയെ കർത്താവ് ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മാനുഷികമായ പരിമിതികളും പ്രതികൂലമായ സാഹചര്യങ്ങളും ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും കർത്താവിൻ്റെ സ്നേഹം ഹൃദയത്തിൽ വന്നതുകൊണ്ട് അതിന് അതിർവരമ്പുകളില്ല, സ്ഥലകാല പരിമിതികളില്ല. അത് അതിൻ്റേതായ ലക്ഷ്യത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതാണ് ക്രൂസിലെ സ്നേഹം, യേശുവിൻ്റെ സ്നേഹം. അത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ മറ്റേതെങ്കിലും ഒരു മതസ്ഥനെന്നോ ആണെന്നോ പെണ്ണെന്നോ ഏത് വർണ്ണ വ്യത്യാസം അങ്ങനൊന്നുമില്ല. അതെല്ലാം മാനുഷികമാണ്. മാനുഷിക നിർമ്മിതികളും സങ്കല്പങ്ങളും മാത്രമാണ്. യേശു കർത്താവിൻ്റെ സ്നേഹം ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നതും യേശു ശുശ്രൂഷ ചെയ്തതും. യേശു തൻ്റെ ജീവിതത്തെ, തൻ്റെ ശരീരത്തെ, തൻ്റെ രക്തത്തെ മാനവരാശിക്ക് വേണ്ടിയിട്ട് ചൊരിഞ്ഞു കൊടുക്കുവാൻ, ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തന്നു. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ആർക്ക് വേണമെങ്കിലും, ഏത് വ്യക്തിക്ക് വേണമെങ്കിലും ദൈവമക്കൾ ആകുവാൻ തക്കവണ്ണം കർത്താവ് അവകാശം, അധികാരം, അവസരം തന്നിരിക്കുക. അത് ആര് അംഗീകരിക്കുന്നുവോ, ആര് വിശ്വസിക്കുന്നുവോ അവർക്കത് ലഭിക്കും. പ്രിയ ആൻറ്റി കർത്താവിനെ അറിഞ്ഞു, വിശ്വസിച്ചു, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. അതുകൊണ്ട് ജീവിതത്തിൽ ഇന്നും ആ സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ പല സന്ദർഭങ്ങളിൽ നിന്ദകളും പരിഹാസങ്ങളും അടിയും ഉപദ്രവങ്ങളും ഒക്കെ സഹിക്കേണ്ടി വന്നുവെങ്കിലും അവരുടെയൊക്കെ നടുവിൽ ദൈവം മാനിച്ചു, ദൈവം ആദരിച്ചു. ഇന്നും ദൈവം നിർത്തിയിരിക്കുന്നു. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ കർത്താവിന് വേണ്ടി ആ നല്ല സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് പിന്നെയും ആയുസ്സും ആരോഗ്യ അവസരങ്ങളും തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം കേൾക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് അവരുടേതായ അല്ലെങ്കിൽ നിങ്ങളുടേതായ
വ്യക്തിപരമായ ജീവിതത്തിലും ഇങ്ങനെയുള്ള അനുഭവങ്ങളോ അവസരങ്ങളോ ഒരുപക്ഷെങ്കിൽ ഉണ്ടായിരിക്കാം. എന്നാൽ അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മെ സ്നേഹിക്കുന്ന, നമ്മോട് കൂടെ ഇരിക്കുന്ന, നമ്മെ വിളിച്ച നിത്യനായ സർവശക്തനായ കർത്താവിൻ്റെ ആ സ്നേഹം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ അന്ത്യത്തോളം കാത്തു സൂക്ഷിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അത്ര വലിയതാണ്. അത് മനുഷ്യൻ്റെ സ്നേഹം പോലെയല്ല, സാഹചര്യം അനുസരിച്ച് മാറുന്നതല്ല, അത് നിത്യമായതാണ്. മറ്റ് പ്രതിഫലം ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, പകരം കർത്താവിന് വേണ്ടി നമ്മെ സമർപ്പിക്കുക. നമ്മൾക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് ഈ അവസരങ്ങൾ ഒരുക്കി തരുന്നത്. ആകയാൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ്, എൻ്റെ ആയുസ്സിൽ എനിക്ക് തന്നിരിക്കുന്ന ഈ അവസരം ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക്, അങ്ങയുടെ നാമമോഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. പ്രിയ ആൻറ്റി തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ പറഞ്ഞല്ലോ. താൻ കടന്നുപോയ തിക്താനുഭവങ്ങൾ, തൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും കഠിനമേറിയ അനുഭവങ്ങളിലൂടെ താൻ കടന്നുപോയി. എങ്കിലും അതിന് നടുവിലൊക്കെ പിടിച്ചു നിർത്തിയ ദൈവത്തിൻ്റെ ആ കരം ഇന്നും കൂടെ ഇരിക്കുന്നല്ലോ. ആ കരം ഓരോ ശ്രോതാക്കളുടെയും ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് സഹായിക്കട്ടെ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം നമ്മെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നല്ല സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ദൈവമേ, സ്തോത്രം. ഇങ്ങനെ ഒരു അവസരം അരോമ ടിവി കർത്താവ് ദൈവദാസന് അനുവദിച്ചതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, സ്തോത്രം. ഈ മീറ്റിങ്ങിനെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ ദാസൻ അനേകർക്ക് ഹല്ലേലൂയ സ്തോത്രം ആശ്വാസമായി, അനേകരെ ഇതിലൂടെ കർത്താവേ സ്തോത്രം ലോകത്തിന് ഹല്ലേലൂയ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നു. അനേകർക്ക് സാക്ഷ്യം പറയുവാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നല്ലോ കർത്താവേ. നിന്റെ ദാസനെ നീ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. തന്റെ ശുശ്രൂഷ മേഖലകളിലൊക്കെ ദൈവ സാന്നിധ്യം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുടുംബമായി കർത്താവ് അവരെ അനുഗ്രഹിക്കണം. ഗുജറാത്തിന്റെ പ്രദേശത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. ഈ സ്തോത്ര മീറ്റിംഗ് ഹല്ലേലൂയ ഈ TV കർത്താവെ അനേകർക്ക് ഒരു പ്രയോജനമായി തീരുവാൻ, കേൾക്കുന്നവർക്ക് അത് അനുഗ്രഹമായി തീരുവാൻ, ഭാരങ്ങള് പ്രയാസങ്ങളൊക്കെയും അനുഭവിക്കുന്ന അനേക ജീവിതങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം ഈ പ്രേക്ഷക മുഖാന്തരം ഒരു അനുഗ്രഹമായി തീരുവാൻ, ആശ്വാസമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇതിലധികമായി ജനം ജോയിൻ ചെയ്യുവാൻ, അല്ലെങ്കിൽ ഇതിനകത്ത് സാക്ഷ്യത്തിനായി അനേകർ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. അതിനാവശ്യമായ സാമ്പത്തിക വഴികളൊക്കെ ദൈവദാസന് നീ കൊടുക്കണമേ കർത്താവേ. അനേകരെ ഹല്ലേലൂയ ഇതിനെ ക്രിസ്തുവിങ്കിലേക്ക് ആദായപ്പെടുത്തുവാൻ, അവരുടെ സന്തോഷവും സമാധാനവും കണ്ട് ആനന്ദിപ്പാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ഈ മീറ്റിങ്ങിനെ ഹല്ലേലൂയ ഈ TVയെ കർത്താവിന് സ്തോത്രം. ഈ പ്രേക്ഷകരെ എല്ലാം ദൈവദാസനെയും കുടുംബത്തെയും ഓർത്ത് ഹല്ലേലൂയ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. വളരെ നന്ദി. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ കർത്താവിന്റെ ദാസി സമയം വേർതിരിച്ചതിന് പ്രിയ ആന്റിയുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇത്രത്തോളം സമയം ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല, നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com